മഹാമതിൻ ദിവ്യമയൂരവാഹനം സുരസൈന്യനാദം ഗുഹം സദാകം ശരണം പ്രപത്തി ഹരോ ഹര മഹാദേവ ഓം ബോധനാഥ സദാനന്ദ സർവഭൂതദയാവര രക്ഷ രക്ഷ ശാസ്ത്രേ നമോ നമഃ സ്വാമിയേ ഹരിഹരസുതനേ ശ്രീഭൂതനാഥനേ താരകബ്രഹ്മവേ അഖിലാണ്ടകോടി ബ്രഹ്മാണ്ഡനായകനേ കലിയുഗദേവനേ ആശ്രിതവത്സലനേ കാവൽ ബാന്ധവനേ അനാഥരക്ഷകനേ അന്നദാനപ്രഭുവേ മഹിഷി മർദ്ദനേ പുല്ലാളി വീരനേ വീരമണികണ്ഠനേ തിരുവാഭരണഭൂഷിതനേ മകരജ്യോതിയേ മലദൈവങ്ങളേ മലമൂർത്തികളേ ഗുരുക്കന്മാരേ പമ്പാസ്ഥാനമേ പിതൃതർപ്പണമേ വിലകമ്മാദികളേ സ്വാമിയേ കാനനവാസനേ സർവേശ്വരനേ വിശ്വേശ്വരനേ മലദൈവങ്ങളേ തലപ്പാറവലിയേ കൊടുമ്പാറവലിയേ ഇലക്കൽത്തേവരേ കൈലാസവാസനേ ഹരിഹരസുതനാനന്ദചിത്തനയ്യനയ്യപ്പ സ്വാമിയേ ശരണമയ്യപ്പ 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 പുണ്യസ്വാമിയേ സ്വാമിയെ ശരണമയ്യപ്പ. ശബരിമല സംരക്ഷണ സംഗമത്തോടനുബന്ധിച്ചുള്ള ശബരിമല വികസന സെമിനാറിന്റെ കാര്യക്രമങ്ങൾ ആരംഭിക്കുകയാണ്. ശബരിമല വികസന സെമിനാറിൽ സ്വാഗതം ആശംസിക്കുന്നതിനു വേണ്ടി അഡ്വക്കേറ്റ് അനിൽ പിള്ളയും വിശ്വഹിന്ദു പരിഷത്തിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി അവരുടെ സാദരം ക്ഷണിക്കുകയാണ്. സ്വാമിയെ ശരണമയ്യപ്പ. മണികണ്ഠസ്വാമിയുടെ പാദസ്പർശമേറ്റ പന്തളം ശബരിമലയിലെ ആചാര സംരക്ഷണത്തിനു വേണ്ടി ആദ്യമായി ഒരു ജനതതി തെരുവിലേക്കിറങ്ങിയ പന്തളം വീണ്ടും ഒരു ചരിത്രത്തിൽ ഇടം നേടാൻ പോകുന്ന ദിനമാണ് ഇന്ന്. ഇന്നത്തെ ദിനത്തിന് വളരെയധികം സവിശേഷതകൾ കൂടിയുണ്ട്. അധർമ്മത്തിന് മുകളിൽ ധർമ്മം വിജയം നേടിയ നവരാത്രിയുടെ തുടക്കമാണിത്. ശബരിമല ധർമ്മശാസ്താവിന്റെ ജന്മനാളായ ഉത്രം നക്ഷത്രമാണിത്. ഇതൊന്നും ആലോചിക്കാതെയാണ് ഈ ദിവസം ഇത്തരത്തിലുള്ള ഒരു സംഗമത്തിന് വേണ്ടി തെരഞ്ഞെടുത്തത്. അയ്യപ്പ ഭഗവാന്റെ കൃപാകടാക്ഷത്താൽ ഇതെല്ലാം കൂടി ഒത്തുചേർന്നു എന്നുള്ളത് വളരെ വലിയൊരു അനുഗ്രഹമായി കരുതിക്കൊണ്ട് എന്നിൽ നിക്ഷിപ്തമായ ചടങ്ങ്, എന്നിൽ നിക്ഷിപ്തമായ കടമ നിർവഹിക്കുകയാണ്.
കഴിഞ്ഞ ദിവസങ്ങളിൽ ശബരിമലയുമായി ബന്ധപ്പെട്ട ഒരു വികസന സംഗമം എന്ന പേരിൽ പമ്പയിൽ സർക്കാർ സ്പോൺസേഡ് ആയിട്ടുള്ള ഒരു പരിപാടി നടക്കുകയുണ്ടായി. നമ്മളെല്ലാവരും ആ വാർത്ത ശ്രദ്ധിച്ചതാണ്. അതിൽ നിന്ന് വ്യത്യസ്തമായി അവിടെ സർക്കാർ സ്പോൺസേഡ് ആയിട്ടുള്ള മുതലാളിമാർ ആഗോളതലത്തിൽ നിന്ന് എത്തിച്ചേർന്നിട്ടുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. പക്ഷേ യഥാർത്ഥ ഭക്തന്മാരെയും യഥാർത്ഥ സന്യാസി ശ്രേഷ്ഠന്മാരെയും സാമുദായിക നേതാക്കന്മാരെയും ഒഴിവാക്കിക്കൊണ്ട് തെരഞ്ഞെടുത്ത കുറച്ച് വ്യക്തികളാൽ നടത്തപ്പെട്ട ആ സംഗമത്തിൽ നിന്ന് വ്യത്യസ്തമായി അതിന് ബദലായിട്ടുള്ള ഒരു സംഗമമായിട്ട് ഇതിനെ കാണരുത് ദയവായി. ചില മാധ്യമങ്ങൾ അത്തരത്തിലൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഞങ്ങൾ ശബരിമലയിലെ സർക്കാർ സംഘടിപ്പിച്ച ആ സംഗമത്തിന് എതിരല്ല, അതിന്റെ ബദൽ സംഗമവും അല്ല ഇത്. പക്ഷേ ആ സംഗമത്തിൽ ചർച്ച ചെയ്യാതെ പോയ, ആ സംഗമത്തിൽ ഉയരാതെ പോയ ചില ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്തുക എന്നുള്ളതാണ് ഈ സംഗമത്തിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം. അതിനുവേണ്ടി ബഹുമാനപ്പെട്ട ശബരിമല തന്ത്രി അദ്ദേഹം എത്തിച്ചേർന്നുകൊണ്ടിരിക്കുകയാണ്. ശ്രീ തന്ത്രി മുഖ്യൻ ഖണ്ഡര് മോഹനരും തന്ത്രി മുഖ്യൻ മഹേഷ് മോഹനരും നമ്മളോടൊപ്പമുണ്ട്. ചെറിയ സാധനം കണ്ടില്ല, ഞാൻ എൻ്റെ കൈ മുട്ടി. യഥാർത്ഥ അയ്യപ്പ ഭക്തന്മാരുടെ ഒരു സംഗമത്തിന്റെ വേദിയായി മാറുകയാണ് പന്തളം. സർക്കാർ ഉദ്യോഗസ്ഥരോ ദേവസ്വം ബോർഡ് ജീവനക്കാരോ സഹകരണ മേഖലയിലെ വ്യക്തികളോ പാർട്ടി നേതാക്കന്മാരോ അല്ല ഇത്തരത്തിലുള്ള സംഗമത്തിൽ പങ്കെടുക്കേണ്ടത്. യഥാർത്ഥ അയ്യപ്പ ധർമ്മ വിശ്വാസികളായിരിക്കണമെന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് ഇന്ന് ഈ പന്തളത്ത് ഇത്തരത്തിലുള്ള ഒരു സംഗമ പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നത്. ഈ എത്തിച്ചേർന്നിരിക്കുന്നത് പൂർണ്ണമായും അയ്യപ്പസ്വാമിയെ മനസ്സിലാക്കിയിട്ടുള്ള, അയ്യപ്പ ധർമ്മം മനസ്സിലാക്കിയിട്ടുള്ള, ഭാരതത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ലോകത്തിലെ വ്യത്യസ്തമായ രാഷ്ട്രങ്ങളിൽ നിന്നും എത്തിച്ചേർന്നിട്ടുള്ള ആയിരക്കണക്കിന് അയ്യപ്പ ഭക്തന്മാരാൽ നിറഞ്ഞ സദസ്സും വേദിയുമാണ് ഇവിടെ ഉള്ളത്. ഇത് AI ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ടുള്ള ആൾക്കൂട്ടമൊന്നുമല്ല. പൂർണ്ണ മനസ്സോടുകൂടി അയ്യപ്പ സ്വാമിയുടെ പാതാരവിന്ദങ്ങളെ പുണർന്നിട്ടുള്ള സ്വാമി ഭക്തന്മാരാൽ സമ്പന്നമായിട്ടുള്ള ഈ സദസ്സും ഈ വേദിയും എന്തുകൊണ്ടും പ്രൗഢോജ്വലമായി തീർത്തതിൽ ആദ്യമേ ഇതിന്റെ സംഘാടകരോടും ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള എല്ലാ സനാതന ധർമ്മ വിശ്വാസികളോടും അയ്യപ്പ ഭക്തന്മാരോടും ആദ്യമേ അയ്യപ്പ ഭഗവാന്റെ പേരിലുള്ള കൃതജ്ഞത അർപ്പിച്ചുകൊണ്ട് എന്നിൽ നിക്ഷിപ്തമായ ചടങ്ങ് തുടങ്ങാം. ഈ യോഗത്തിന്റെ തുടക്കം കുറിച്ച് ഈ യോഗത്തിൽ അധ്യക്ഷപദം അലങ്കരിക്കുന്നത് തീർത്തും ഈ അധ്യക്ഷപദം അലങ്കരിക്കാൻ 100% 101% അർഹതയുള്ള വ്യക്തിത്വമാണ്. തനി മാളികപ്പുറം ശ്രീമതി KP ശശികല ടീച്ചർ, ശബരിമല കർമ്മസമിതിയുടെ ചെയർപേഴ്സൺ. ശബരിമലയിലെ ആചാര സംരക്ഷണത്തിനു വേണ്ടി തെരുവിലിറങ്ങാൻ വിധിക്കപ്പെട്ട ഒരമ്മ, കേരളത്തിലെ എല്ലാ കോടതികളിലും പോലീസ് സ്റ്റേഷനുകളിലും കേസുള്ള ഒരു പ്രതി എന്ന ലോക റെക്കോർഡിനു കൂടി ഉടമയായിട്ടുള്ള ശ്രീമതി KP ശശികല ടീച്ചറാണ് നമ്മളുടെ ഈ അധ്യക്ഷപദം അലങ്കരിക്കുന്നത്. തീർത്തും അർഹമായിട്ടുള്ള ഈ വേദിയിൽ അധ്യക്ഷപദം അലങ്കരിക്കാൻ അർഹയായിട്ടുള്ള ശശികല ടീച്ചറെ നിങ്ങൾ ഓരോരുത്തർക്കു വേണ്ടിയും അയ്യപ്പ സ്വാമിയുടെ പേരിൽ കൂടി ഞാൻ സ്വാഗതം ചെയ്യുന്നു. നമ്മളുടെ ഈ സംഗമ പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ നമുക്കറിയാം, സനാതന ധർമ്മം എന്ന് പറയുന്ന ഒരു വൈറസ് ആണ് എന്ന് പറഞ്ഞ വ്യക്തിയെ കൊണ്ട് ഉദ്ഘാടനം ചെയ്യിക്കാൻ ഇരുന്ന കാലഘട്ടത്തിലല്ല നമ്മൾ പങ്കെടുക്കേണ്ടത്.
അതിന് അർഹതയും അതിന് ശേഷിയും ശേഷുഷിയുമുള്ള വ്യക്തിത്വമാണ് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യേണ്ടത്. സ്വാമി പ്രജ്ഞാനന്ദ തീർത്ഥപാദർ വാഴൂർ ആശ്രമത്തിന്റെ മഠാധിപതിയാണ്. സനാതന ധർമ്മം എന്താണെന്ന് മനസ്സിലാക്കിയിട്ടുള്ളത് അത് വൈറസ് തന്നെയാണ്. മനുഷ്യ മനസ്സിനെ സ്വാധീനിക്കുന്ന ഒരു വൈറസ്. എല്ലാ വൈറസുകളും നെഗറ്റീവായിട്ടുള്ള വൈറസുകളല്ല, പോസിറ്റീവായ വൈറസുകളുമുണ്ട്. ആ സനാതന സംസ്കാരം എന്ന് പറയുന്ന ആ വൈറസ് സമൂഹത്തിലേക്ക് പടർന്നാഴത്തിൽ ഇറങ്ങാൻ വേണ്ടി ഇറങ്ങിത്തിരിച്ചിട്ടുള്ള സംപൂജ്യനായിട്ടുള്ള പ്രജ്ഞാനന്ദ തീർത്ഥപാദ സ്വാമികളെ നിങ്ങൾ ഓരോരുത്തർക്ക് വേണ്ടിയും അയ്യപ്പ സ്വാമിയുടെ പേരിൽ സ്വാഗതം ആശംസിക്കുന്നു. നമ്മളോടൊപ്പമുള്ള ഈ വേദിയിലെ ധാരാളം വ്യക്തിത്വങ്ങളുണ്ട്. ഒരു പരിചയപ്പെടുത്തലിന്റെയോ ആമുഖത്തിന്റെയോ ആവശ്യമില്ലാത്ത വ്യക്തിത്വങ്ങളാണ് ഇവിടെ ഇരിക്കുന്ന എല്ലാവരും തന്നെ. നമ്മളോടൊപ്പം ഈ വേദിയിൽ പങ്കെടുക്കുന്ന ധാരാളം സന്യാസി ശ്രേഷ്ഠന്മാര് ഇവിടും ഈ സദസ്സിലും വേദിയിലും ഒക്കെ ആയിരിപ്പുണ്ട്. ഞാൻ സ്വാഗതം പൂർത്തിയാക്കുന്നതിന് മുമ്പ് അവരെ കൂടി ഒന്ന് പേരുകൾ പറയാം. എല്ലാവരെയും എടുത്തെടുത്ത് സ്വാഗതം ആശംസിക്കുക എന്ന് പറഞ്ഞ സമയപരിമിതി ബുദ്ധിമുട്ടായതുകൊണ്ട് സ്വാമി പ്രജ്ഞാനന്ദ തീർത്ഥപാദ സ്വാമികൾ, ശ്രീ സസ്വരൂപാനന്ദ സരസ്വതി സ്വാമികൾ നമ്മളോടൊപ്പമുണ്ട്. മാർഗദർശക് മണ്ഡലത്തിലെ സംസ്ഥാനത്തെ സന്യാസ ശ്രേഷ്ഠന്മാരുടെ കൂട്ടായ്മയായിട്ടുള്ള മാർഗദർശക് മണ്ഡലത്തിന്റെ സംസ്ഥാനത്തെ ആരാധനായ ജനറൽ സെക്രട്ടറിയാണ്, അദ്ദേഹവും നമ്മളോടൊപ്പമുണ്ട്. സ്വാമി ശക്തിശാനന്ദ മഹർഷി, അദ്ദേഹം നമ്മളോടൊപ്പമുണ്ട്. സ്വാമി അയ്യപ്പദാസ് നമ്മളോടൊപ്പമുണ്ട്. സ്വാമി ആനന്ദ ചൈതന്യ വിശ്വബ്രഹ്മ ശങ്കരാചാര്യ പീഠാധീശ്വർ ദണ്ഡി, സ്വാമി സാധു കൃഷ്ണാനന്ദ സരസ്വതി, സ്വാമിനി ശിവപ്രിയാനന്ദ സരസ്വതി, സ്വാമിനി വിഷ്ണുപ്രിയാനന്ദ സരസ്വതി, രമാദേവി അമ്മ, സ്വാമി യോഗാനന്ദപുരി, സ്വാമി ബോധേന്ദ്ര തീർത്ഥ, സ്വാമി ശിവബോധാനന്ദ, സ്വാമി സുന്ദരേശാനന്ദ, സ്വാമി ശിവധർമാനന്ദ സരസ്വതി, സ്വാമിനി മീരാനന്ദപുരി, സ്വാമിനി പൂജാനന്ദപുരി, സ്വാമി കൈലാസാനന്ദ സരസ്വതി, സ്വാമി രാജേന്ദ്രാനന്ദ സരസ്വതി, സ്വാമി ശിവാനന്ദ സരസ്വതി, സ്വാമി സായീശ്വരാനന്ദ സരസ്വതി, സ്വാമി ശശീധരാനന്ദ സരസ്വതി, സ്വാമി മണികണ്ഠാനന്ദ സരസ്വതി, സ്വാമി ശിവപ്രഭാകര സരസ്വതി, സ്വാമി വിശ്വാനന്ദ സരസ്വതി, സ്വാമി ശങ്കര സുന്ദരാനന്ദ സരസ്വതി, സ്വാമി മുരുക ചൈതന്യ തുടങ്ങിയവർ ഞാൻ ഈ വേദിയിലോട്ട് കയറുന്നതിന് മുമ്പ് എഴുതിയ ലിസ്റ്റാണ്. അതിനുശേഷവും ധാരാളം സന്യാസ ശ്രേഷ്ഠന്മാർ ഈ വേദിയിൽ എത്തിയിട്ടുണ്ട്. എല്ലാവർക്കും സ്വാഗതം ആശംസിക്കുകയാണ്. ഇനി വേദിയിൽ ഇരിക്കുന്ന പ്രതിഭകളായിട്ടുള്ള വ്യക്തിത്വങ്ങളെ, സനാതനധർമ്മ പോരാളികളെ കൂടി ഒന്ന് പരിചയപ്പെടുത്തേണ്ടതുണ്ട്. നമ്മളോടൊപ്പമുള്ളത് ശ്രീ SJR കുമാർ അവർകൾ. നമുക്കറിയാം, കേരളത്തിലെ ശബരിമല കർമ്മസമിതി എന്ന് പറയുന്ന അതിന്റെ കോർഡിനേഷൻ കമ്മിറ്റിയുടെ ആദരണീയനായിട്ടുള്ള ജനറൽ കൺവീനറാണ് ശ്രീ SJR കുമാർ. നിയമ രംഗത്ത് ധാരാളം പോരാട്ടങ്ങൾ ശബരിമലയിലെ ആചാര സംരക്ഷണത്തിന് വേണ്ടി നടത്തുന്ന വ്യക്തിത്വമാണ്. അദ്ദേഹത്തിനെയും ഈ വേദിയിൽ പരിചയപ്പെടുത്തുന്നു. ശ്രീ SJR കുമാർ. ശ്രീ വിജി തമ്പി അവർകൾ നമ്മളോടൊപ്പമുണ്ട്. വിശ്വ ഹിന്ദു പരിഷത്തിന്റെ ആരാധനായിട്ടുള്ള സംസ്ഥാന അധ്യക്ഷനാണ്. ഹിന്ദുക്കളുമായി ബന്ധപ്പെട്ട എല്ലാ വിഷയങ്ങളിലും സജീവവും സക്രിയവുമായി ഇടപെട്ടുകൊണ്ട് ഒരു മുന്നണി പോരാളിയായി സനാതന ധർമ്മത്തെ സംരക്ഷിക്കുന്നതിൽ ഇറങ്ങിത്തിരിച്ചിട്ടുള്ള ശ്രീ വിജി തമ്പി അവർകളെയും ഞാൻ പരിചയപ്പെടുത്തുകയാണ്. ശ്രീ വത്സൻ തില്ലങ്കരി, ഒരു പരിചയപ്പെടുത്തലിന്റെ ആവശ്യമില്ല. ഈ സ്വാഗത സംഘത്തിന്റെ ഇതിന്റെ പ്രധാനപ്പെട്ട കാര്യകർത്താവാണ്. കഴിഞ്ഞ കുറേയേറെ ദിവസങ്ങളായി ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ വേണ്ടി പന്തളത്ത് ക്യാമ്പ് ചെയ്തുകൊണ്ട് ഈ പരിപാടി സംഘടിപ്പിക്കുന്നതിന് നേതൃത്വം നൽകുകയും എല്ലാ സമരമുഖത്തും സധൈര്യം മുമ്പിൽ നിന്നുകൊണ്ട് നമ്മളെ നയിക്കുന്ന ശ്രീ വത്സൻ തില്ലങ്കരി അവരെ പരിചയപ്പെടുത്തുന്നു. ശ്രീ നാരായണവർമ്മ അവർ നമ്മളോടൊപ്പമുണ്ട്. ഈ സ്വാഗത സംഘത്തിന്റെ ചെയർമാൻ കൂടിയാണ് അദ്ദേഹം. പന്തളം കൊട്ടാരത്തിന്റെ പ്രതിനിധിയാണ്. അദ്ദേഹവും നമ്മളോടൊപ്പം എല്ലാ കാര്യങ്ങളിലും വളരെ സജീവവും സക്രിയവുമായി ഇടപെടുന്ന വ്യക്തിത്വമാണ്. ശ്രീ നാരായണവർമ്മ അവരെ പരിചയപ്പെടുത്തുന്നു. നമ്മളോടൊപ്പം ശബരിമലയിലെ 2 തന്ത്രി പ്രമുഖന്മാർ നമ്മളോടൊപ്പം ഈ വേദിയിലുണ്ട്. വളരെ അനുഗ്രഹം നിറഞ്ഞ നിമിഷങ്ങളാണ്. തന്ത്രി കണ്ഠര് മോഹനൻ അവർ നമ്മളോടൊപ്പമുണ്ട്. ശബരിമലയിലെ തന്ത്രി അദ്ദേഹമാണ്. ധാരാളം ക്ഷേത്രങ്ങളിലെ തന്ത്രി സ്ഥാനം വഹിക്കുന്ന അദ്ദേഹത്തിനെ സ്വാഗതം ചെയ്യുന്നു. അടുത്തത് അദ്ദേഹത്തിന്റെ മകൻ ശബരിമലയിലെ നിലവിലെ തന്ത്രിസ്ഥാനം അലങ്കരിക്കുന്ന ശ്രീ തന്ത്രി കണ്ഠര് മഹേഷ് മോഹനൻ അവർ നമ്മളോടൊപ്പമുണ്ട്. അദ്ദേഹത്തിനെ പരിചയപ്പെടുത്തുന്നു. ശ്രീ കൃഷ്ണൻ നമ്പൂതിരി അവർ നമ്മളോടൊപ്പമുണ്ട്. ക്ഷേത്ര സംരക്ഷണ സമിതിയുടെ മുതിർന്ന കാര്യകർത്താവാണ്. അദ്ദേഹത്തിനെ പരിചയപ്പെടുത്തുന്നു. ശ്രീ വിശ്വം ബാബ, ഒരു ആമുഖത്തിന്റെ പരിചയപ്പെടുത്തലിന്റെ ആവശ്യമില്ലാതെ കേരളത്തിലെ സംഘപ്രവർത്തനത്തിലെ ഏറ്റവും മുതിർന്ന കാര്യകർത്താക്കളുടെ ഒരാളായിട്ടുള്ള വിശ്വം ബാബ ശ്രീ VK വിശ്വനാഥൻ അവരെ പരിചയപ്പെടുത്തുന്നു.
ശ്രീ സുബ്രഹ്മണ്യ പോറ്റി അവർ നമ്മളോടൊപ്പം ഓൾ ഇന്ത്യ ബ്രാഹ്മൺ ഫെഡറേഷന്റെ കാര്യകർത്താവാണ്. അദ്ദേഹത്തിന് പരിചയപ്പെടുത്തുന്നത്. സ്വാമിയെ ഞാൻ നേരത്തെ പരിചയപ്പെടുത്തുന്നതാണ് ചെങ്കോട്ട് ഓണം മഠത്തിലെ പുതിയ മഠാധിപതി സ്വാമി ശക്തി ശാന്താനന്ദ മഹർഷി അവർ നമ്മളോടൊപ്പമുണ്ട്. ശ്രീ KS നാരായണൻ അവർ നമ്മളോടൊപ്പമുണ്ട്. ക്ഷേത്ര സംരക്ഷണ സമിതിയുടെ ആരാധനായിട്ടുള്ള ജനറൽ സെക്രട്ടറിയാണ്. ധാരാളം വ്യക്തിത്വങ്ങൾ, ഏകദേശം 120-ന് മുകളിലുള്ള സാമുദായിക സംഘടനകളുടെ പ്രധാനപ്പെട്ട കാര്യകർത്താക്കൾ ഇവിടെയൊക്കെ തന്നെ ഇരിപ്പുണ്ട്. അവർക്കാർക്കും എല്ലാവർക്കും നമുക്ക് ഇവിടെ ഇരിപ്പിടം തീർക്കാൻ സൗകര്യമില്ല എന്ന് അവരത് മനസ്സിലാക്കിക്കൊണ്ടാണ് അവരവിടെ ഇരിക്കുന്നത്. അല്ലാതെ 1-2 സമുദായ നേതാക്കന്മാരെ ഉയർത്തി കാണിച്ചുകൊണ്ടുള്ള ഒരു സംഗമമല്ല. കേരളത്തിലെ സനാതന സംസ്കാരവുമായി ബന്ധപ്പെട്ട എല്ലാ സാമുദായിക സംഘടനകളുടെയും പ്രധാനപ്പെട്ട കാര്യകർത്താക്കൾ നിറഞ്ഞ ഒരു സദസ്സാണ് ഇവിടെ ഇരിക്കുന്നത്. എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ആശംസിച്ചുകൊണ്ട് സമയപരിമിതി നിമിത്തം നിർത്തുന്നു. നന്ദി, നമസ്കാരം. സ്വാമിയേ ശരണമയ്യപ്പ എന്ന് കൈകൂപ്പിയുള്ള വിളിയാണ് ഞാൻ ഇവിടെ അർപ്പിക്കുന്നത്. എല്ലാവർക്കും ഒരിക്കൽ കൂടി നമസ്കാരം. വിശ്വാസത്തോടൊപ്പം വികസനം എന്ന സന്ദേശം ഉയർത്തി ശബരിമല സംരക്ഷണ സംഗമത്തിന്റെ ഭാഗമായ വികസന സെമിനാറിൽ അധ്യക്ഷ പ്രഭാഷണം നടത്തുവാൻ ശ്രീമതി KP ശശികല ടീച്ചർ, ശബരിമല കർമ്മസമിതി ചെയർപേഴ്സൺ അവരുടെ സാദരം ക്ഷണിക്കുകയാണ്. സ്വാമിയെ ശരണമയ്യപ്പ. വേദിയിലെ സംപൂജ്യ സ്വാമിമാരുടെയും പൂജ്യ ഗുരുനാഥന്മാരുടെയും എല്ലാവരുടെയും പാദങ്ങളിൽ നമസ്കരിക്കുന്നു. ആരാധ്യരായ ഭക്തരെ, സത്യം പറഞ്ഞാൽ ഇവിടെ നിൽക്കുമ്പോൾ എന്തു പറയണം എന്നറിയുന്നില്ല. മനസ്സാണോ നിറഞ്ഞത്, കണ്ണാണോ നിറയുന്നത് എന്ന് പറയാൻ സാധിക്കാത്ത ഒരനുഭവത്തിലൂടെ കടന്നു പോകുന്നു. അത് എൻ്റെ മാത്രം അനുഭവമായിരിക്കും എന്ന് ഞാൻ കരുതുന്നില്ല. കാരണം ഒരു അധികാരത്തിന്റെയും പിൻബലമില്ലാതെ, ആരുടെയും ആജ്ഞയില്ലാതെ, എങ്ങനെയാണോ 2018 സെപ്റ്റംബർ മാസം 28 കോടതി വിധിക്ക് ശേഷം പന്തളത്ത് അയ്യപ്പന്റെ അമ്മമാർ തെരുവിലിറങ്ങി കണ്ണുനീരോടുകൂടി ശരണം വിളിച്ചത്, ആ വിളി കേട്ട് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള സാമുദായിക സംഘടനകളുടെയും ആചാര്യന്മാരുടെയും മറ്റ് ഹൈന്ദവ സംഘടനകളുടെയും പ്രതിനിധികൾ അന്ന് ആദ്യമായി കോട്ടയത്ത് സമ്മേളിച്ചത്, നമ്മൾ എങ്ങനെ ആചാരത്തെ സംരക്ഷിക്കുമെന്ന് ആലോചിക്കാൻ വേണ്ടി അന്ന് ആദ്യമായി കോട്ടയത്ത് സമ്മേളിച്ചത്, അതിനേക്കാൾ മനസ്സ് നിറഞ്ഞ്, അതിനേക്കാൾ ഭക്തിയോടുകൂടി ഒരു സദസ്സാണ് ഇന്ന് ഈ സെമിനാറിൽ പങ്കെടുക്കാൻ ഇവിടെ വന്നിരിക്കുന്നത്. ഇത് കാണുമ്പോഴാണ് വാക്കുകൾക്ക് അതീതമാണ് ഇവിടെ നമ്മൾ അന്യോന്യം കൈമാറുന്ന സന്ദേശം എന്ന് മനസ്സിലാക്കുന്നത്. പലപ്പോഴും വാക്കുകൾ അപൂർണമാണ് എന്നുള്ളത് തിരിച്ചറിയുന്നത് ഇത്തരം ഒരു സന്ദർഭത്തിലാണ്. ഇവിടെ നമ്മൾ ചിന്തിക്കുക, സനാതന ധർമ്മം എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണ് എന്ന് നമ്മൾ പലപ്പോഴും അനുഭവത്തിൽ നിന്നാണ് മനസ്സിലാക്കിയത്. അത് എത്രമാത്രം പുരാതനമാണോ അത്രമാത്രം നൂതനമാണ്, അത്രമാത്രം ശാശ്വതവുമാണ് എന്നുള്ളത് നമ്മൾ അനുഭവത്തിൽ നിന്ന് മനസ്സിലാക്കി. അത് ബോധ്യപ്പെട്ട സ്വാഭിമാനത്തിലാണ് നമ്മൾ ഈ സെമിനാറിൽ ഇവിടെ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത്. അത് നമ്മളെ ഏറ്റവും നന്നായി ബോധ്യപ്പെടുത്തിയത് കഴിഞ്ഞ ദിവസം പമ്പയിൽ നിന്നാണ് ആ സന്ദേശം നമുക്ക് കിട്ടിയത് എന്ന് എനിക്ക് തോന്നുന്നു. ഒരുപക്ഷെ കാട്ടുകള്ളനായ ജയങ്കനെ പോലുള്ളവർ, അതുമല്ലെങ്കിൽ മഹിഷിയെ പോലുള്ളവർ ഒക്കെ അയ്യപ്പന്റെ വിഗ്രഹം ഏറ്റുവാങ്ങിക്കൊണ്ട് അയ്യപ്പന് മുന്നിൽ നിന്ന് വിളക്ക് തെളിയിച്ചപ്പോൾ, ഗീതാ ശ്ലോകങ്ങൾ ഉരുവിട്ടപ്പോൾ നമുക്ക് മനസ്സിലായി സനാതന ധർമ്മം എന്ന് പറഞ്ഞാൽ അത് സനാതനമാണ്. എതിർക്കുന്നവരെ കൊണ്ടുകൂടി ഇതൊക്കെ ചെയ്യിപ്പിച്ച് ആ ധർമ്മം മുന്നോട്ട് പോവുകയുള്ളൂ. അവിടെ തന്നെ വന്ന് വീണടിയും എന്നുള്ളത്, അവിടെ സാഷ്ടാംഗം പ്രണമിക്കാതെ ആർക്കും മുന്നോട്ട് പോകാൻ സാധിക്കില്ല എന്ന് ആ ഉത്തമ ബോധ്യം, അത് അനുഭവം ഉണ്ടായതിന്റെ വെളിച്ചത്തിൽ, ആ സ്വാഭിമാനത്തിൽ കൂടിയാണ് നമ്മളിവിടെ നിൽക്കുന്നത്. ഇവിടെയുള്ള നമ്മുടെ മാധ്യമ സുഹൃത്തുക്കളോട്, അവരുടെ ക്യാമറാമാൻമാരോട് ഞങ്ങൾക്ക് പറയാനുള്ളത്, നിങ്ങൾ ഈ വേദി എടുത്തില്ലെങ്കിലും കുഴപ്പമില്ല, ഞങ്ങളുടെ ഒന്ന് മുഖം കാണിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, ക്യാമറ ഒന്ന് പുറകോട്ട് തിരിക്കുക. ഇവിടുത്തെ യഥാർത്ഥ കാഴ്ച, നിങ്ങൾക്ക് അല്പമെങ്കിലും ആത്മാർത്ഥതയുണ്ടെങ്കിൽ ഈ യഥാർത്ഥ കാഴ്ച ഒന്ന് കാണിക്കണം എന്ന് അഭ്യർത്ഥിക്കുന്നു. വളരെ വിഷമമുണ്ട്. ഏത് കാര്യത്തിലാണെന്നറിയാമോ? ഞങ്ങൾക്കൊരു പ്രത്യേക സിദ്ധിയില്ല. കാരണം കഴിഞ്ഞ ദിവസം പമ്പയിൽ ഒരു പ്രത്യേക സിദ്ധി ഉണ്ടായിരുന്നു. അവിടെയുള്ള കസേരകളെല്ലാം നിറഞ്ഞിരുന്നു. പക്ഷെ അയ്യപ്പ ഭക്തർ നോക്കുമ്പോൾ കാണുന്നില്ല.
അയ്യപ്പ ഭക്തർ നോക്കുമ്പോൾ എല്ലാം ഒഴിഞ്ഞ കസേര മാത്രം കാണുന്നു. പക്ഷേ ചില നിക്ഷിപ്ത താല്പര്യക്കാർ നോക്കുമ്പോൾ കസേര എല്ലാം നിറഞ്ഞിരിക്കുന്നു. അങ്ങനെ ആ നിക്ഷിപ്ത താല്പര്യക്കാർക്ക് വേണ്ടി ഈ കസേരകളെ ഒഴിച്ചു കാണിക്കാനുള്ള സാങ്കേതിക വിദ്യയോ അല്ലെങ്കിൽ അതിന്റെ അത്ഭുതമോ ഞങ്ങൾക്ക് ഇല്ല എന്നതിലെ വിഷമം കൂടി ആദ്യം പങ്കുവെക്കട്ടെ. ഇവിടെ സനാതന ധർമ്മത്തെ നശിപ്പിക്കും എന്ന് പ്രതിജ്ഞ ചെയ്തിട്ടുള്ളവർ, അത് ഇന്നോ ഇന്നലെയോ അല്ല, സനാതന ധർമ്മത്തെ നശിപ്പിക്കും എന്ന് പ്രതിജ്ഞ ചെയ്തിട്ടുള്ളവർ, അത് അവരുടെ ലക്ഷ്യമാണ്. അവരുടെ മാർഗം മഹാക്ഷേത്രങ്ങളാണ്, മഹാ ആചാര്യന്മാരാണ്. നമ്മളത് കണ്ടിട്ടുണ്ട്. കാരണം ഈ ക്ഷേത്രങ്ങളും ആചാര്യന്മാരും ഒക്കെയാണ് നമ്മുടെ ഈ സനാതന ധർമ്മം നിലനിർത്തി പോകുന്നതെങ്കിൽ ഈ സനാതന ധർമ്മത്തെ നശിപ്പിക്കാൻ ഓളൊന്നും ഒന്നിച്ച് പോകുമ്പോഴാളൊന്നും ഈ സനാതന ധർമ്മം നശിക്കില്ല. അതിന് ക്ഷേത്രങ്ങൾ കരുവാക്കണം. നമ്മളിവിടെ ശബരിമലയുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ ഒരു സെമിനാർ നടത്താൻ തന്നെ കാരണം അത്തരത്തിലുള്ള നമ്മുടെ മനസ്സിലെ ആശങ്കകളാണ്. നമ്മൾ കഴിഞ്ഞ ഒരു മാസത്തിന് മുമ്പ് ഗൗരവമായി ചർച്ച ചെയ്തു ധർമ്മസ്ഥല എന്ന മഹാക്ഷേത്രത്തെ പറ്റിയിട്ട്. എത്രമാത്രം ഗൂഢാലോചന അവിടെ നടന്നു എന്നത്. ഇത് തന്നെയായിരിക്കും ശബരിമലയുടെയും നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. 2008 മുതൽക്ക് ഇങ്ങോട്ട് യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ടുണ്ടാക്കിയ കോലാഹലങ്ങളും അവസാനം അയ്യപ്പ ഭക്തരെ കണ്ണീരിലും കടലിലും ആക്കിയ കാഴ്ചയൊക്കെ നമ്മൾ കണ്ടു. അപ്പൊ പുതിയ പുതിയ അധ്യായങ്ങൾ ഇനിയും വന്നേ. അതുകൊണ്ട് തന്നെ ശബരിമല സംരക്ഷിച്ചേ മതിയാവും. ഈ കേരളത്തിന്റെ പുണ്യമാണ് ശബരിമല. ആത്മീയമായും ഭൗതികമായും കേരളത്തിന്റെ പുണ്യമാണ് ശബരിമല. ആ ശബരിമല സംരക്ഷിക്കാൻ ഭക്തർക്ക് ബാധ്യതയുണ്ട് എന്ന ഉത്തമമായ ബോധ്യത്തിലാണ് ശബരിമല കർമ്മസമിതിയുടെയും മറ്റ് ഹൈന്ദവ സംഘടനകളുടെയും ഒക്കെ വെറുതെയുള്ളൊരു ക്ഷണത്തിന്റെ പേരിൽ ഇത്രയധികം അയ്യപ്പ ഭക്തർ ഇവിടെ താല്പര്യപൂർവ്വം ഒത്തുകൂടിയിരിക്കുന്നു. അത് വെറും അയ്യപ്പ ഭക്തരല്ല, അതിനകത്ത് പല ആചാര്യന്മാരുണ്ട്, വിവിധ സാമുദായിക സംഘടനകളുടെ പ്രതിനിധികളുണ്ട്, ശബരിമല ആചാരവുമായി ബന്ധപ്പെട്ട ആളുകളുണ്ട്, അയ്യപ്പന്റെ പിതൃസ്ഥാനീയരുണ്ട്, ക്ഷേത്രത്തിലെ തന്ത്രിമുഖ്യന്മാരുണ്ട്, അത് വിഗ്രഹത്തിന്റെ പിതൃസ്ഥാനീയരാണ്. അപ്പൊ ഇങ്ങനെ എന്തുകൊണ്ടും പ്രൗഢഗംഭീരമായ ഒരു സദസ്സിൽ 3 വിഷയങ്ങൾ നമ്മൾ ചർച്ച ചെയ്യുന്നു. വികസനം, വിശ്വാസം, വികസനം, സുരക്ഷ. വികസനം മധ്യത്തിൽ വെച്ചിരിക്കട്ടെ. വളരെ അർത്ഥവത്താണ് നമ്മൾ ക്യാപ്ഷൻ വെച്ചതിന്റെ. കാരണം വികസനം ആവശ്യമാണ്. ശബരിമലയിൽ വരുന്ന അയ്യപ്പ ഭക്തർക്ക് വേണ്ടുന്ന സൗകര്യങ്ങൾ കിട്ടാൻ വേണ്ടിയുള്ള വികസനം അവിടെ ആവശ്യമാണ്. ആ വികസനം എന്നതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് കഴിഞ്ഞ ദിവസം പമ്പയിൽ ഒരുക്കിയതുപോലുള്ള പഞ്ചനക്ഷത്ര സൗകര്യങ്ങളല്ല. അത്യാവശ്യം ഭക്തർക്ക് അവരുടെ പ്രാഥമിക കാര്യങ്ങൾ നിറവേറ്റാൻ, അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റാൻ വേണ്ടുന്ന വികസനം ശബരിമലയിൽ വേണം. പക്ഷെ ആ വികസനം ഒരിക്കലും വിശ്വാസത്തിനെതിരായിരിക്കരുത്. വിശ്വാസം അതല്ലേ എല്ലാം എന്നുള്ളത് വെറും ഒരു ക്യാപ്ഷനോ വെറും ഒരു പരസ്യവാചകമോ അല്ല. വിശ്വാസം തന്നെയാണ് ശബരിമല ആരാധനകളുടെ എല്ലാ ആരാധനയുടെയും അടിത്തറ വിശ്വാസമാണ്. അപ്പൊ വിശ്വാസത്തിന്റെ കടക്കൽ തട്ടിവെക്കുന്ന ഒന്നും അവിടെ നടക്കാൻ പാടില്ല. വിശ്വാസത്തിലൂന്നി ശബരിമല വികസിച്ചേ മതിയാകും. വർദ്ധിച്ചു വരുന്ന അയ്യപ്പ ഭക്തരുടെ ആരാധനയ്ക്ക് അവിടെ വരുന്നവർക്ക് വേണ്ടി വികസനം നടക്കണം. അതൊരിക്കലും വിശ്വാസത്തിനെതിരായിരിക്കരുത്, വിശ്വാസം നശിപ്പിച്ചുകൊണ്ടായിരിക്കരുത്. അതുപോലെ തന്നെ ആ വികസനമോ അതുമല്ലെങ്കിൽ അവിടെ നടക്കുന്ന ഏത് കാര്യങ്ങളോ ഒരിക്കലും നമ്മുടെ സുരക്ഷയ്ക്ക് ഭീഷണിയാകരുത്. നമ്മൾ വളരെ ആധിയോടെ, കാരണം ഓരോ ക്ഷേത്രവും എങ്ങനെ നശിപ്പിക്കുമെന്ന് പല തലങ്ങളിൽ ആലോചനയും ഗൂഢാലോചനയും ഒക്കെ നടക്കുന്നുണ്ട്. അപ്പൊ അത്തരം ഒരു സന്ദർഭത്തിൽ ശബരിമലയിലെ സുരക്ഷ വളരെ പ്രധാനമാണ്. അയ്യപ്പ ഭക്തരുടെ സുരക്ഷയും ക്ഷേത്രത്തിന്റെ സുരക്ഷയും ഒക്കെ വളരെ പ്രാധാന്യം അർഹിക്കുന്നതാണ്. എന്നതുകൊണ്ടാണ് നമ്മൾ ഇതുപോലെ ഒരു കാര്യങ്ങൾ തീരുമാനിക്കാൻ അധികാരമുള്ള ആളുകൾ, കാര്യങ്ങൾ തീരുമാനിക്കാൻ താല്പര്യമുള്ള ആളുകൾ ഒരുമിച്ചിരുന്ന് ചിന്തിക്കണം എന്ന് നമ്മൾ വിചാരിച്ചത്. 2018 മുതൽ നമ്മുടെ മനസ്സിലുണ്ടായിരുന്ന ആദ്യം ഒന്നുപോലും പരിഹരിക്കപ്പെട്ടിട്ടില്ല എന്നുള്ളതും നമ്മൾ മനസ്സിലാക്കണം. കാരണം യുവതീ പ്രവേശനം കഴിഞ്ഞ അധ്യായമോ അടഞ്ഞ അധ്യായമോ അല്ല. ഇപ്പോഴും സുപ്രീം കോടതിയിൽ ആ വിഷയം നിലനിൽക്കുന്നു. ആ വിഷയം പരിഗണനയ്ക്കെടുക്കുമ്പോൾ സർക്കാരിന്റെ സത്യവാങ്മൂലത്തിന് അതിൻ്റെതായ വിലയുണ്ട്. അപ്പൊ ഇപ്പോഴും പമ്പയിൽ ചെന്ന് സമസ്താപരാധം പറഞ്ഞവരും ശബരിമല യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട സത്യവാങ്മൂലത്തിൽ അരവാക്ക് പോലും തിരുത്താൻ തയ്യാറായിട്ടില്ല എന്ന നഗ്ന യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കുന്നു. അതുപോലെ തന്നെ നാമം ജപിച്ചതിന്, ശരണം വിളിച്ചതിന്, ശബരിമലയിൽ പോയതിന്, കെട്ടെടുത്തതിന് ഒക്കെ ആയിരക്കണക്കിന് കേസുകളിൽ പെടുത്തിയ 10,000-ങ്ങൾക്ക് വേണ്ടി ഒരു കേസ് പോലും പിൻവലിച്ചിട്ടില്ല എന്ന സത്യവും നമ്മുടെ മുന്നിൽ നിൽക്കുകയാണ്. ഇത്തരം യാഥാർത്ഥ്യങ്ങൾക്ക് പരിഹാരം കാണാൻ അയ്യപ്പ ഭക്തരുടെ ശക്തിയിൽ സാധിക്കും എന്ന് നമുക്ക് ഉറപ്പുണ്ട്. ശബരിമലയിൽ ഒരു ഫോട്ടോഷൂട്ട് ഒഴിച്ച് ആചാരം ലംഘിക്കാൻ ആർക്കും സാധിച്ചില്ല. ആ പൊന്ന് 18-ാം പടി ഇന്നും പരിശുദ്ധമായി തന്നെ നിലനിൽക്കുന്നുണ്ടെങ്കിൽ ആ അയ്യപ്പന്റെ അനുഗ്രഹത്താൽ, അയ്യപ്പ ഭക്തരുടെ ശക്തിയാൽ തന്നെയാണ് പൊന്ന് 18-ാം പടി ആചാര ലംഘനമൊന്നും നടക്കാതെ നമുക്ക് കാക്കാൻ സാധിച്ചത്. അപ്പൊ അതേ ശക്തി നമ്മളിവിടെ ഇരിക്കുകയാണ്. ഈ കേസുകളെല്ലാം കുന്നോളം കിടക്കുമ്പോഴും അല്പം പോലും നമ്മളാരും പിന്നോട്ട് മാറാതെ നിൽക്കുന്നത്. ഇതിനൊക്കെ ഒരു പരിഹാരം ഉണ്ടാകണം.
ജനാധിപത്യത്തിൽ ജനമാണ് ശക്തി. ജനാധിപത്യത്തിൽ അധികാരം ജനങ്ങളുടെ കയ്യിലാണ്. ജനാധിപത്യത്തിലെ ഏറ്റവും വലിയ ആയുധം എന്ന് പറയാവുന്നത് ജനമനസ്സുകളാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു സമ്മർദ്ദ ശക്തിയായി മാറി ഈ 2018 അയ്യപ്പ ഭക്തന്മാരെ കണ്ണീരും ചോരയും കുടിപ്പിച്ച ആ യുവതീ പ്രവേശനം എന്ന അധ്യായം അത് അടഞ്ഞ അധ്യായമായി മാറണം. ഇനി ആർക്കും അങ്ങനെ ഒരു മോഹം വരാത്ത വിധത്തിൽ തന്നെ ഒരു ശാശ്വതമായ പരിഹാരം ഉണ്ടാകണം. കേസിലും കൂട്ടത്തിലും പെട്ട് പട്ടം തിരിയുന്ന അയ്യപ്പ ഭക്തന്മാർക്ക് അതിൽ നിന്നൊരു മോചനം വേണം. അത്തരം തീരുമാനങ്ങളൊക്കെ എടുക്കാൻ ഈ ആചാര്യന്മാരുടെ മുഴുവൻ അനുഗ്രഹം, സാമുദായിക സംഘടനകളുടെ മുഴുവൻ പിന്തുണ, അയ്യപ്പ ഭക്തന്മാരുടെ മുഴുവൻ കരുത്ത് ഉണ്ടാകട്ടെ എന്ന പ്രാർത്ഥനയിൽ ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു. നിങ്ങൾക്ക് നന്ദി. സ്വാമിയേ. ഹലോ ദീപപ്രജ്വലനമാണ്. ശബരിമലയുടെ തന്ത്രമുഖ്യൻ ബ്രഹ്മശ്രീ കണ്ഠരര് മഹേശ്വർ മോഹനരെ അദ്ദേഹത്തെ സാദരം ക്ഷണിക്കുകയാണ്. കുഴപ്പമില്ലല്ലോ. സ്വാമിയേ പമ്പാവാസനേ പന്തളവാസനേ ഹരിഹരസുതനേ ധർമ്മശാസ്ത്രവേ ശ്രീഭൂതനാഥനേ സ്വാമിയേ ഹരിഹരസുതനാനന്ദ നിത്യനയ്യനയ്യപ്പ സ്വാമിയേ ശരണമയ്യപ്പ ശരണമയ്യപ്പ സ്വാമിയേ. ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നതിന് വേണ്ടി സംപൂജ്യ പ്രജ്ഞാനാനന്ദ തീർത്ഥവാദ സ്വാമിപാദങ്ങളെ സാദരം ക്ഷണിക്കുകയാണ്. വാഴൂർ തീർത്ഥവാദാശ്രമം മഠാധിപതിയാണ് സംപൂജ്യ സ്വാമിജി. സ്വാമിയേ ശരണമയ്യപ്പ ശരണമയ്യപ്പ ശരണമയ്യപ്പ. പന്തളത്ത് നടക്കുന്ന ഈ അയ്യപ്പ സംഗമം, അയ്യപ്പധർമ്മം ലോകരെല്ലാവരും അംഗീകരിച്ചിട്ടുള്ള, ചുമലിലേറ്റിയിട്ടുള്ള, അത് ജീവിതമാക്കിയിട്ടുള്ള അയ്യപ്പ ഭക്തന്മാരുടെ സന്നിധിയിൽ നടക്കുന്ന, പന്തളത്ത് രാജാവ് നടന്നിട്ടുള്ള ആ മണ്ണിലൂടെ ഈ ഭക്തജനങ്ങൾ അയ്യപ്പന് വിശ്വാസം അർപ്പിച്ചുകൊണ്ട് അയ്യപ്പൻ്റെ അനുഗ്രഹമാണ് നമ്മളുടെ ജീവിത വിജയത്തിന് കാരണം എന്ന് കണ്ടുകൊണ്ട് ഓരോരോ ചെറിയ ചെറിയ ആവശ്യങ്ങൾ പോലും ഭഗവാനോട് പ്രാർത്ഥിച്ച്
നിർവിഘ്നം അത് നിറവേറ്റി നമ്മളുടെ ജീവിതത്തെ ധന്യധന്യമാക്കുന്ന ആ പുണ്യ നിമിഷമാണ് നമുക്ക് ഇവിടെ കൈവന്നിരിക്കുന്നത്. അയ്യപ്പസ്വാമിയുടെ അനുഗ്രഹം അവിടുത്തെ ആചാരങ്ങളും വിശ്വാസങ്ങളും ഒക്കെ തകർക്കാൻ വേണ്ടി ബോധപൂർവം പലരും ദീർഘകാലമായി ആസൂത്രണം ചെയ്ത് പരിശ്രമിച്ചിട്ടും അത് നടക്കാത്തത് അയ്യപ്പസ്വാമിക്ക് അതിനോടുള്ള അനുഗ്രഹമില്ല, പിന്തുണയില്ല. അവരെ ഭഗവാൻ പുറന്തള്ളിയിരിക്കുന്നു. അപ്പോൾ അയ്യപ്പ ഭക്തന്മാർ എന്ത് കാര്യങ്ങൾ ചെയ്താലും അതിന് ഭഗവാന്റെ പൂർണ്ണമായ പിന്തുണയുണ്ട്. ഭഗവാനാണ് അവരെ അനുഗ്രഹിച്ചിരിക്കുന്നത്. ആ ഭഗവാന്റെ അനുഗ്രഹം നമ്മളുടെ ജീവിതത്തെ ധന്യധന്യമാക്കിക്കൊണ്ട് നമ്മളുടെ ജീവിതം ഈശ്വരമയമാക്കി തീർത്തുകൊണ്ട് മനുഷ്യജന്മം കിട്ടിയത് മനുഷ്യന് മാത്രമാണ് ഈശ്വരനെ സാക്ഷാത്കരിക്കാനും വിശ്വസിച്ച് ആരാധിക്കാനും ഭഗവാന്റെ അനുഗ്രഹം ഏറ്റുവാങ്ങുവാനും ഒക്കെ സാധിക്കുന്നത്. അങ്ങനെ അത്യപൂർവമായ ഈ നിമിഷത്തിൽ ഭഗവാനെ ശരണം വിളിച്ചുകൊണ്ട് ഭഗവാന്റെ ആചാരാനുഷ്ഠാനങ്ങളിൽ അല്പം പോലും വെള്ളം ചേർക്കാതെ അത് പരിപൂർണമായി നടപ്പാക്കും എന്ന് പ്രതിജ്ഞ എടുത്തുകൊണ്ട് നമുക്ക് ഈ ഇതിനെ പരിപൂർണ വിജയത്തിലേക്ക് നയിക്കാം. സ്വാമിയേ ശരണമയ്യപ്പ, ശരണമയ്യപ്പ, ശരണമയ്യപ്പ. കുഞ്ഞു തൃക്കാൽ കുടിയേ ശരണമയ്യപ്പ. ഹരിഹരസുതൻ ആനന്ദചിത്തനയ്യൻ അയ്യപ്പ സ്വാമിയേ ശരണമയ്യപ്പ. സ്വാമിയുടെ അനുഗ്രഹം കൊച്ചുനാളിൽ മുതലേ തന്നെ നമ്മൾ കണ്ടുകേട്ട് വളർന്നവരാണ്. ആ സ്വാമിയുടെ അനുഗ്രഹം മാത്രമാണ് നമ്മളുടെ ജീവിത വിജയത്തിന് കാരണമെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. സ്വാമിയെ വിശ്വസിച്ചുകൊണ്ട് ശരണം വിളിച്ചുകൊണ്ട് ചെറിയ ചെറിയ കേരളമാകെ തന്നെ ഉണരുന്നത് വൃശ്ചികം ഒന്നോടുകൂടി കേരളത്തിലെ എല്ലാ ക്ഷേത്രങ്ങളിലും ശരണം വിളിയും ഭജനയും പുതുതായ ആ ഒരു ഉണർവ് നമുക്ക് കാണുവാൻ സാധിക്കും. അയ്യപ്പസ്വാമിയുടെ അനുഗ്രഹം അതിലൂടെ എല്ലാവരിലും നിരന്തരം പ്രവഹിച്ചുകൊണ്ടിരിക്കുന്നു. അയ്യപ്പസ്വാമിയെ ശരണം വിളിച്ചുകൊണ്ട് നമുക്ക് ഈ വാക്കുകളിലൂടെ ഉപസംഹരിക്കാം. സ്വാമിയേ ശരണമയ്യപ്പ, ശരണമയ്യപ്പ, ശരണമയ്യപ്പ. ശ്രീ ഹരിഹരസുതൻ ആനന്ദചിത്തനയ്യനയ്യപ്പ സ്വാമിയേ ശരണമയ്യപ്പ, ശരണമയ്യപ്പ. ഹരി ഓം തസ്സത്, ഹരി ഓം തസ്സത്. ശബരിമല സംരക്ഷണ സംഗമത്തിൽ ഒരു ദിവ്യമായ സാന്നിധ്യം നമ്മുടെ ഈ സെമിനാറിൽ പങ്കെടുക്കുവാൻ വേണ്ടി ഈ സദസ്സിലെത്തിയിട്ടുണ്ട്. ശബരിമലയുടെ മുൻ മേൽശാന്തി. ശബരിമലയിൽ ആചാരലംഘനം നടക്കുമ്പോൾ ശബരിമലയിലെ മേൽശാന്തി ആയിരുന്നു അദ്ദേഹം. അഴകത്ത് ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി തിരുമനസ്. അദ്ദേഹത്തെ വേദിയിലേക്ക് സാദരം ക്ഷണിക്കും. തിരുമനസ് വേദിയിലേക്ക് എത്തണം എന്ന് അഭ്യർത്ഥിക്കുന്നു. ശബരിമലയുടെ മുൻ മേൽശാന്തി അഴകത്ത് ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി തിരുമനസ് ഇവിടെ എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തെ സാദരം വേദിയിലേക്ക് ക്ഷണിക്കാം. ദർശനരേഖ അവതരിപ്പിക്കുന്നതിന് വേണ്ടി HCR കുമാർ ശബരിമല കർമ്മസമിതിയുടെ ബഹുമാനായ ജനറൽ അദ്ദേഹത്തെ സാദരം ക്ഷണിക്കുകയാണ്. സ്വാമിയേ വേദിയിലും സദസ്സിലും സന്നിധരായിരിക്കുന്ന ബഹുമാന്യരെ, സന്യാസി ശ്രേഷ്ഠന്മാരെ,
വിവിധ ഹൈന്ദവ സന്നദ്ധ പ്രവർത്തകരെ, സാമുദായിക നേതാക്കന്മാരെ, ഇവിടെ ഇന്ന് ഒത്തുകൂടിയിരിക്കുന്ന എല്ലാ ഭക്തന്മാരെ, എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ആദ്യമേ തന്നെ സ്ഥലപരിമിതി ഉണ്ടെന്ന് മനസ്സിലാക്കുന്നു, ക്ഷമിക്കണം. നമ്മൾ വളരെ ചുരുങ്ങിയ സമയത്ത് പന്തളത്തിൻ്റെ ചുരുങ്ങിയ ഒരു പരിസ്ഥിതിയിൽ നമുക്ക് ലഭിക്കാമായിരുന്ന ഒരു ഹോളാണിത്. നമുക്കറിയാമായിരുന്നു തീർച്ചയായിട്ടും അയ്യപ്പ വിശ്വാസികളായിട്ടുള്ള ആളുകൾ ക്ഷണം പോലും കാത്തിരിക്കാതെ ശബരിമലയുടെ സംരക്ഷണം എന്ന വിഷയം കേൾക്കുമ്പോൾ തന്നെ ഉണർന്നെടുന്ന് പ്രവർത്തിക്കുകയും അതിനുവേണ്ടി സജ്ജമാക്കിയിരിക്കുന്ന എല്ലാ പരിപാടികളിലും, അത് പ്രക്ഷോഭമായാലും ശരി, നാമജാത്രയായാലും ശരി, എന്തിനായാലും ശരി, എത്രയും പെട്ടെന്ന് എത്തിച്ചേരുന്ന ഒരു സമൂഹമാണ് അയ്യപ്പ ഭക്തന്മാർ. അതുകൊണ്ട് ദയവായി ഇരിപ്പിടമില്ലാത്തവർ ക്ഷമിക്കണം. എന്തായാലും വളരെ ശക്തമായ രീതിയിൽ ശബരിമല സംരക്ഷണത്തിന് വേണ്ടി തയ്യാറെടുക്കുന്നതിന് വേണ്ടി നമ്മളിവിടെ ഒത്തുകൂടിയിരിക്കുന്ന എനിക്ക് തോന്നുന്നു കേരളത്തിലെ അല്ലെങ്കിൽ ഭാരതത്തിലെ തന്നെ ഇത്തരമൊരു വിഷയത്തിൽ ഒരു ചരിത്രം കുറിക്കാൻ പോകുന്ന ഒരു മഹാസംഭവമായിട്ട് ഈ ശബരിമല സംരക്ഷണ സംഗമം മാറും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. നമ്മൾ വെറുമൊരു പ്രക്ഷോഭത്തിലോ അതല്ലെങ്കിൽ ഒരു സംഗമം കൂടി ഒരു പൊതുസമ്മേളനത്തിലോ മാത്രമല്ല ഇപ്രാവശ്യം നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും. നമ്മൾ ഈ വിഷയത്തെ രണ്ടായിട്ടാണ് കണ്ടിരിക്കുന്നത്. അതായത് സർക്കാരും ദേവസ്വം ബോർഡുമെല്ലാം വികസനം അവരുടെ പ്രത്യേക ഒരു ദൃഷ്ടിയിലാണ് വികസനത്തെ കാണുന്നത്. അവർക്കവിടെ വിശ്വാസത്തിന്റെ ലെവലേശം പോലും ഇല്ല. നമുക്കങ്ങനെയല്ല. ശബരിമലയിൽ പ്രാഥമികമായിട്ട് നമുക്കുള്ളത് വിശ്വാസമാണ്. കല്ലും മുള്ളും ചവിട്ടി ചെല്ലുന്ന അയ്യപ്പനെ സംബന്ധിച്ചോളം വികസനത്തെക്കാൾ അതിപ്രധാനമായ വിഷയം വിശ്വാസം തന്നെയാണ്. അതല്ലാതെ വികസനമല്ല. പക്ഷേ വികസനവും അത്യാവശ്യമാണ്. അത്രത്തോളം ഭക്തജനങ്ങളാണ് ഇപ്പോൾ എത്തിച്ചേരുന്നത്. ഓരോ വർഷം കഴിയുന്തോറും ശബരിമല എത്തുന്ന അയ്യപ്പന്റെ എണ്ണം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സർക്കാർ പറയുന്ന പോലെ ഒരു ആഗോള അയ്യപ്പ സംഗമം നടത്തി അയ്യപ്പന്റെ ഖ്യാതി ലോകത്തിലേക്ക് എത്തിക്കേണ്ട ബാധ്യതയൊന്നും സർക്കാരിനില്ല. അയ്യപ്പൻ ലോകമെമ്പാടും എന്ന് അറിയപ്പെടുന്നുണ്ട്. നമുക്ക് ഈ സംഗമത്തിന് തന്നെ നമ്മൾ ഒരുമ്പിട്ടപ്പോ നമുക്ക് കിട്ടിയ സന്ദേശങ്ങൾ ലോകത്തിന്റെ 110 രാജ്യങ്ങളിൽ നിന്നായിരുന്നു. അത് തന്നെ കാണിക്കുന്നത് എത്ര പടർന്നു കിടക്കുന്നു നമ്മുടെ അയ്യപ്പ ഭക്തന്മാർ. കേരളത്തിന്റെ ജനസംഖ്യയുടെ 10 മടങ്ങാണ് അയ്യപ്പ ഭക്തന്മാർ. അതുകൊണ്ട് ഒരു ക്ഷണം പോലും കാത്തിരിക്കാതെ ഇവിടെ എത്തിയ എല്ലാ അയ്യപ്പന്മാർക്കും, അതുപോലെ ക്ഷണിച്ചെത്തിയ എല്ലാ അയ്യപ്പന്മാർക്കും എല്ലാ പരിമിതികളും നമ്മൾക്ക് അയ്യപ്പന് വേണ്ടി എന്നുള്ള രീതിയിൽ ക്ഷമിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ കർത്തവ്യത്തിൽ കടക്കുകയാണ്. എന്തുകൊണ്ടാണ് സെമിനാർ എന്ന് വെച്ചാൽ, നമ്മൾ ശബരിമലയെ കുറിച്ച് ചിന്തിക്കുമ്പോൾ 3 പ്രധാനമായ വിഷയമാണ്. പ്രത്യേകിച്ചും ഈ ഒരു ഇപ്പോഴത്തെ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ അവിടെ വിശ്വാസം സംരക്ഷിക്കണമെങ്കിൽ നമുക്ക് മറ്റു ചിലതൊന്നും വേണം. ഒന്ന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വിശ്വാസത്തിന് അധിഷ്ഠിതമായ വികസനം, അതാണ് നമ്മുടെ ഒരു ടാഗ് ലൈൻ. പക്ഷെ അതോടൊപ്പം സംരക്ഷണവും അതിപ്രധാനമാണ്. ആ സംരക്ഷണം അല്ലെങ്കിൽ വിശ്വാസത്തെ എങ്ങനെ കാത്തുരക്ഷിക്കാം, എന്ത് തരത്തിലുള്ള വികസനമാണ് നമുക്ക് ആവശ്യം, അതുപോലെ തന്നെ ഏത് തരത്തിലാണ് സംരക്ഷിക്കേണ്ടത്, ഈ 3 വ്യത്യസ്തങ്ങൾ എന്നാൽ ഒരേപോലെ ഉള്ള ഒരു മാർഗദർശനത്തിന് വേണ്ടി ഈ വരുന്ന 3 സെഷനിൽ നമ്മൾ ചർച്ചകളുണ്ടാവും. ഒരു പേപ്പർ പ്രസന്റിന് ശേഷം ആ വിഷയത്തിൽ ചർച്ചയുണ്ടാവും. തീർച്ചയായിട്ടും ആ ചർച്ചയിൽ അഭിപ്രായം അറിയുകയും, പക്ഷെ നമുക്കെല്ലാം അറിയാം, ഒരു ദിവസം അല്ലെങ്കിൽ ഒരു അര ദിവസം നമ്മൾ 3 മണി 1 മണി എന്നവർ നിശ്ചയിച്ച ഈ ഒരു സെമിനാർ 3 മണി വരെ ആയിട്ട് നീട്ടിയിട്ടുണ്ട്. പക്ഷെ എന്നാലും നമുക്ക് അതുകൊണ്ട് തീരില്ല. തുടർന്നും വരും ദിവസങ്ങളിൽ പല കാര്യങ്ങളും നമ്മൾ ആലോചിക്കുന്നുണ്ട് നിങ്ങളുമായിട്ടൊക്കെ ചേർന്ന്. അവിടെ തീർച്ചയായിട്ടും അത്തരം വിഷയങ്ങൾ ഇവിടെ ചർച്ച ചെയ്യും. അതിലെല്ലാവരും പങ്കെടുക്കണം, അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തണം, അതിനുള്ള അവസരങ്ങൾ ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഈ കാര്യങ്ങൾ മൊത്തത്തിൽ നമ്മൾ ശബരിമല ഈ കഴിഞ്ഞ കുറേ കാലങ്ങളുടെ അനുഭവം നമുക്കറിയാം. വളരെ 1950 തീവപ്പ് മുതൽ ആരംഭിച്ച ഒരു വിഷയമുണ്ട്. പക്ഷേ 2018 മുതൽ ഒരു പുതിയ മുഖം വന്നിരിക്കുന്നു. അതായത് ആചാരത്തെ ലംഘിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ കേരള സർക്കാരിന്റെ ഭാഗത്തുനിന്നും മാവോയിസ്റ്റുകളുടെ ഭാഗത്തുനിന്നും അത്തരത്തിൽ മനീതിയുടെ ഭാഗത്തുനിന്നും ഒക്കെ സംഭവിക്കുന്നുണ്ട്. അതുപോലെ തന്നെ കടന്നുകയറ്റം സംഭവിക്കുന്നുണ്ട്.
അവിശ്വാസികൾ ശബരിമലയെ പിടിച്ചെടുക്കാനുള്ള ശ്രമം നടത്തുന്നുണ്ട്. അതുപോലെ തന്നെ അവിടുത്തെ എല്ലാ ഭക്തർ സമർപ്പിച്ചതെല്ലാം അപഹരിച്ചു കൊണ്ടുപോകുന്ന തരത്തിലേക്ക് കടക്കുന്നുണ്ട്. അപ്പം നമുക്കൊരു മാർഗരേഖ, ആ മാർഗരേഖ നമ്മൾ ഓരോ അയ്യപ്പന്മാർക്കും വേണ്ടിയാണ്. ആ മാർഗരേഖ ഞാനിവിടെ അവതരിപ്പിക്കുകയാണ്. ഇത് മറ്റുള്ളവരുടെ അഭിപ്രായം കൂടി അറിയാൻ വേണ്ടിയാണ്. ഇത് നമ്മൾ അഭിപ്രായം അറിഞ്ഞതിന് ശേഷമായിരിക്കും ഇതിൻ്റെ ഒരു പൂർണ്ണ രൂപത്തിലേക്ക് നമുക്ക് എത്താൻ സാധിക്കുക. സമയം ലാഭിക്കാനായിട്ട്, കാരണം പല വിഷയങ്ങൾ നമുക്ക് എടുക്കാനുണ്ട്. അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് വായിച്ചു പോവുകയായിരിക്കും. ഇതിൻ്റെ കോപ്പി പിന്നീട് ലഭിക്കും. അതുകൊണ്ട് ആ കർത്തവ്യത്തിൽ ഞാൻ കടക്കുകയാണ്. ശബരിമല സംരക്ഷണ ദർശന രേഖ, വിഷൻ ഡോക്യുമെന്റ് എന്നാണ് നമ്മൾ ഇതിനെ വിളിക്കുന്നത്. ശബരിമല ഒരു ക്ഷേത്രം മാത്രമല്ല, അതൊരു ജീവിക്കുന്ന വിശ്വാസത്തിന്റെ ശക്തിയുടെ പ്രതീകമാണ്. നൂറ്റാണ്ടുകളായി ദശലക്ഷക്കണക്കിന് ഭക്തർ കഠിന അനുഷ്ഠാനങ്ങളോടും വിനയത്തോടും കൂടി ഈ പരിശുദ്ധ തീർത്ഥാടനം നടത്തിവരുന്നു. ശബരിമലയെ സംരക്ഷിക്കുന്നത് അതിന്റെ വിശുദ്ധിയും പ്രകൃതിയും ആചാരങ്ങളും പാരമ്പര്യവും കാത്തു സൂക്ഷിക്കുന്നതും ഇന്നത്തെ ഭക്തർക്കും വരും തലമുറകൾക്കും സുരക്ഷിതവും ഭക്തിനിർഭരവുമായ തീർത്ഥാടന അനുഭവം ഉറപ്പിക്കുന്നതുമാണ്. ഈ ദർശനരേഖ ശബരിമല സംരക്ഷണത്തിന്റെ പ്രധാന മേഖലകൾ വിശദീകരിക്കുന്നു. ഒന്ന്, പ്രകൃതിയും പരിസ്ഥിതിയും. പൂങ്കാവനം, വിശുദ്ധമായ പൂങ്കാവനം, അതാണ് ഒന്ന്. വിശുദ്ധമായ പൂങ്കാവനം, അതിന്റെ ജൈവവൈവിധ്യം, വനനശീകരണം, മലിനീകരണം, ചൂഷണം എന്നിവയിൽ നിന്ന് സംരക്ഷിക്കുക. പരിസ്ഥിതി സൗഹൃദം, മാലിന്യ സംസ്കരണം, പ്ലാസ്റ്റിക് നിരോധനം, ശുചിത്വം തുടങ്ങിയ പ്രവർത്തനങ്ങൾ ശക്തമാക്കുന്നതോടെ ശബരിമല തീർത്ഥാടനം പരിസ്ഥിതി സൗഹൃദമാക്കുക. പമ്പ സംരക്ഷണം, പമ്പയെ മലിനീകരണത്തിൽ നിന്ന് സംരക്ഷിക്കാൻ സർക്കാർ, ദേവസ്വം ബോർഡ്, ഭക്തജനങ്ങൾ എന്നിവർ ഒരുമിച്ച് മുന്നോട്ട് വരേണ്ടത് അനിവാര്യമാണ്. ഏറ്റവും പ്രധാനമായി പ്ലാസ്റ്റിക് നിരോധനം കർശനമായി നടപ്പാക്കി ഭക്തർ കൊണ്ടുവരുന്ന മാലിന്യങ്ങൾ തിരികെ കൊണ്ടുപോകുന്ന രീതിയിൽ ബ്രിങ് ബാക്ക് വേസ്റ്റ്, അത് ഭക്തരോട് പ്രത്യേകം അഭ്യർത്ഥിക്കുകയാണ്. നമുക്കും ഇതിലെല്ലാം പങ്കുണ്ട്. ഒരു കാരണവശാലും ശബരിമലയെ മലിനപ്പെടുത്താൻ പാടില്ല. ഏതെങ്കിലും കാരണവശാൽ നമ്മൾ പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ എന്തെങ്കിലും ഇവിടെ എത്തിച്ചാൽ അത് തിരികെ കൊണ്ടുപോകുന്ന ബ്രിങ് ബാക്ക് വേസ്റ്റ് എന്നൊരു മുദ്രാവാക്യം നമ്മൾ ഉയർത്തിക്കൊണ്ട് തിരികെ കൊണ്ടുവരണം എന്ന് അഭ്യർത്ഥിക്കുകയാണ്. ആ പദ്ധതി നടപ്പാക്കണം. പമ്പ, നിലയ്ക്കൽ, സന്നിധാനം എന്നിവിടങ്ങളിൽ വേർതിരിച്ച മാലിന്യശേഖരണം, റീസൈക്ലിംഗ് പ്ലാന്റുകൾ, അതുപോലെ തന്നെ കമ്പോസ്റ്റ് യൂണിറ്റുകൾ സ്ഥാപിക്കണം. ജൈവ സൗഹൃദമായ ശൗചാലയം വളരെ പ്രധാനപ്പെട്ട വിഷയമാണ്. ഇത് ശൗചാലയങ്ങളുള്ള എല്ലാ മലിനജലങ്ങളും പമ്പയിൽ നടത്തുന്നത് നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നു. നമ്മളുടെ പരിശുദ്ധമായ പമ്പയെ മലിനീകരിക്കാൻ പാടില്ല. അതുകൊണ്ട് നമ്മൾ ആവശ്യപ്പെടുന്നത് ജൈവ സൗഹൃദ ശൗചാലയങ്ങളായിരിക്കണം ശബരിമല സ്ഥാപിക്കുന്നതെന്നാണ്. അങ്ങനെ സ്ഥാപിച്ച് മലിനജലം നേരിട്ട് പമ്പയിൽ പോകാതിരിക്കാനുള്ള സീവേജ് ട്രീറ്റ്മെന്റ് പ്ലാന്റുകൾ നിർമ്മിക്കണം. ശുദ്ധമായ പമ്പ, ശുദ്ധമായ ദർശനം, ഇതായിരിക്കണം നമ്മുടെ മോട്ടോ. ഇതായിരിക്കണം നമ്മുടെ വേദവാക്യം. ഈ ഒരു സന്ദേശം എല്ലാ ഭക്തരിലേക്ക് എത്തിക്കണം. ശുദ്ധമായ പമ്പ, ശുദ്ധമായ ദർശനം. പമ്പയെ സംരക്ഷിക്കുന്നത് അയ്യപ്പ ധർമ്മത്തിന്റെ ഭാഗമാണ് എന്നെല്ലാവരും മനസ്സിലാക്കണം. നമ്മുടെ ധർമ്മമാണ്. രണ്ടാമത്തെ വിഷയം ക്ഷേത്രവും ആചാരങ്ങളും പാരമ്പര്യവും. ക്ഷേത്രവിശുദ്ധി, ശബരിമല ക്ഷേത്രത്തിന്റെ പരിശുദ്ധിയും പാരമ്പര്യവും ആത്മീയ അന്തരീക്ഷവും സംരക്ഷിക്കുക. ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും തീർത്ഥാടനത്തിന്റെ ആത്മാവായ പ്രാചീന ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും പരിപാലിക്കുക. സാംസ്കാരിക പൈതൃകം, ശബരിമലയുടെ ആത്മീയ സാംസ്കാരിക പൈതൃകം വരും തലമുറകളിലേക്ക് കൈമാറുക. പരമ്പരാഗത അവകാശങ്ങൾ വളരെ പ്രധാനപ്പെട്ട വിഷയമാണ്. ശബരിമല ക്ഷേത്രത്തിലെ ആചാര അനുഷ്ഠാനങ്ങളിലെ ചരിത്രപരമായി പങ്കാളികളായിരുന്നവരുടെ സ്ഥാനം നമുക്കറിയാം. അങ്ങനെയുള്ള അവകാശങ്ങളും സ്ഥാനങ്ങളും പുനഃസ്ഥാപിക്കണം എന്ന് നമ്മൾ ആവശ്യപ്പെടുകയാണ്. 3, തീർത്ഥാടന അനുഭവം. തീർത്ഥാടന പാതകൾ. 1, അതിൽ പരമ്പരാഗത കാനനപാത ഉൾപ്പെടെ എല്ലാ പാതകളും സംരക്ഷിക്കുകയും വിശ്രമ കേന്ദ്രങ്ങൾ, സുരക്ഷാ സംവിധാനങ്ങൾ, അടിസ്ഥാന സൗകര്യങ്ങൾ എന്നിവ ഒരുക്കുകയും ചെയ്യുക. അടുത്തത് ഭക്തർക്കുള്ള സൗകര്യങ്ങൾ. കുടിവെള്ളം, ശുചിത്വമായ ഭക്ഷണം, മതിയായ പാർപ്പിടം, ശുചിത്വം, ഗതാഗതം എന്നിവ ഉറപ്പാക്കുക. മെഡിക്കൽ സഹായം, അടിയന്തര ചികിത്സാ കേന്ദ്രങ്ങൾ, ഓക്സിജൻ സൗകര്യങ്ങൾ, മൊബൈൽ മെഡിക്കൽ യൂണിറ്റുകൾ, നിലയ്ക്കൽ, പമ്പ, അപ്പാച്ചിമേട്, സന്നിധാനം എന്നിവരുടെ ആശുപത്രി ഒരുക്കുക. ഇത് പറയുമ്പം ഒരു കാര്യം പറയാതെ വയ്യ. 4 മാസത്തിന് മുമ്പ് ശബരിമല ദർശനത്തിനെത്തിയ ഒരു അമ്മ തെലുങ്കാനയിൽ നിന്ന് വന്നാണ്. ആ അമ്മ ദർശനം കഴിഞ്ഞ് മടങ്ങി പമ്പയിൽ എത്താറായപ്പോൾ ദാഹജലത്തിന് വേണ്ടി അവിടെ ദേവസ്വം ബോർഡ് സ്ഥാപിച്ചിരിക്കുന്ന വാട്ടർ കയോസ്കുകളിൽ കൈവച്ചു ഷോക്ക് അടിച്ച് വീണ് മരിച്ചു. നിങ്ങളൊക്കെ വായിച്ചു കാണും. ഇന്ന് അമ്മ പല പ്രാവശ്യം ഈ ദേവസ്വം ബോർഡിനോടും സർക്കാരിനോടും ആവശ്യപ്പെട്ടു അതിനൊരു ധനസഹായം നൽകാനായിട്ട്. വളരെ ദരിദ്ര കുടുംബത്തിൽപ്പെട്ട അമ്മ അവിടെ നമ്മുടെ തന്നെ പ്രവർത്തകരുടെയും ഈ തെലുങ്കാനയിലുള്ള പഞ്ചായത്തിന്റെയും സഹായത്തോടെ ജീവിക്കുകയാണ്. അതാണ് അവസ്ഥ. ഇതിന് മാറ്റം വരണം. മെഡിക്കൽ സഹായം, അടിയന്തര ചികിത്സാ കേന്ദ്രങ്ങൾ, ഓക്സിജൻ സൗകര്യങ്ങൾ, മൊബൈൽ മെഡിക്കൽ യൂണിറ്റുകൾ, നിലയ്ക്കൽ, പമ്പ, അപ്പാച്ചിമേട്, സന്നിധാനം എന്നിവിടങ്ങളിലെ ആശുപത്രിയിൽ നിന്ന് ഒരുക്കണം. ദർശന അനുഭവം, ദർശനത്തിലുള്ള ക്യൂ സമയം കുറയ്ക്കുന്നതിനായി സംവിധാനങ്ങൾ നടപ്പാക്കുക.
ഇതിനെക്കുറിച്ചൊക്കെ വരുന്ന മാർഗരേഖകൾ ഉണ്ടാവും. നമ്മുടെ വികസന രേഖയിലൊക്കെ അതിന് വളരെ എല്ലാം സ്പർശിച്ചാണ് പോകുന്നത്. ഭക്തർക്ക് സുരക്ഷിതവും ആയാസരഹിതവുമായ ആത്മീയ അന്തരീക്ഷം നിലനിർത്തുന്നതിനായി ദർശനം ഉറപ്പാക്കുക. 4ാമത് വികസനവും അടിസ്ഥാന സൗകര്യങ്ങളും. ശബരിമല മാസ്റ്റർ പ്ലാൻ ശാസ്ത്രീയവും പരിസ്ഥിതി സൗഹൃദവുമായ ആധുനിക സാങ്കേതിക വിദ്യകൾ പ്രയോജനപ്പെടുത്തുന്ന എന്നാൽ ശബരിമലയുടെ ആചാര പാരമ്പര്യങ്ങളോട് പൂർണ്ണമായി പൊരുത്തപ്പെടുന്ന സമഗ്രമായ വികസന പദ്ധതി രൂപീകരിക്കുകയും നടപ്പാക്കുകയും ചെയ്യുക. അടിസ്ഥാന സൗകര്യങ്ങൾ, വിശ്രമ കേന്ദ്രങ്ങൾ, മെഡിക്കൽ സൗകര്യങ്ങൾ, ഗതാഗത കേന്ദ്രങ്ങൾ, തിരക്ക് നിയന്ത്രണ സംവിധാനങ്ങൾ തുടങ്ങിയ വികസിപ്പിച്ച് സുരക്ഷിതവും സൗകര്യപ്രദമായ തീർത്ഥാടനം ഉറപ്പാക്കുക. സമതുലിതമായ വളർച്ച. എല്ലാ വികസനവും തീർത്ഥാടന അനുഭവത്തെ മെച്ചപ്പെടുത്തുന്നതാകണം. വളരെ പ്രധാനപ്പെട്ടതാണ്. ഏത് വികസനവും തീർത്ഥാടനത്തെ മെച്ചപ്പെടുത്തുന്നതാകണം. ശബരിമലയുടെ ആത്മീയ സ്വഭാവം കുറയ്ക്കാനും പാടില്ല. 5 സംരക്ഷണവും സുരക്ഷയും. ഭക്തരുടെ സുരക്ഷ, തിരക്ക് നിയന്ത്രണം, ദുരന്ത മുന്നൊരുക്കം, അതുപോലെ അടിയന്തര പ്രതികരണം, വൈദ്യസഹായം എന്നിവ ഉറപ്പാക്കുക. ക്ഷേത്ര സുരക്ഷ, അതിനെക്കുറിച്ച് പറയുമ്പോഴാണ് അതിന്റെ നിധികളും ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി പത്രമാധ്യമങ്ങളിൽ, കോടതിയിൽ എല്ലാം നമ്മൾ ശ്രദ്ധിച്ചു. അവിടെ നടന്ന 4.8 കിലോഗ്രാം സ്വർണ്ണ കവർച്ച ചെയ്യപ്പെട്ടിരുന്നു 2019. 535 കിലോഗ്രാം സ്വർണ്ണമാണ് ദേവസ്വം ബോർഡിന്റെ കൈവശമുണ്ടെന്ന് കോടതിയിൽ അവർ രേഖപ്പെടുത്തിയിട്ടുണ്ട് 2023. ഇന്ന് അതിനെക്കുറിച്ചൊക്കെ അന്വേഷിച്ചു കഴിയുമ്പോൾ അറിയാം യഥാർത്ഥ സ്ഥിതി. അതുകൊണ്ട് വളരെ പ്രധാനപ്പെട്ട വിഷയമാണ്. ഞാൻ അതിലേക്ക് കൂടുതൽ കടക്കുന്നില്ല സമയക്കുറവ് മൂലം. അത്തരത്തിൽ അതിന്റെ നിധികളും ഏത് തരത്തിലുള്ള ലംഘനങ്ങളിൽ നിന്നും ഭീഷണിയിൽ നിന്നും കവർച്ചകളിൽ നിന്നും സംരക്ഷിക്കുന്നതിന്, സുരക്ഷിതമായി സൂക്ഷിക്കുന്നതിനുള്ള ശാസ്ത്രീയമായ സംവിധാനങ്ങൾ ഏർപ്പെടുത്തണം. പിന്നെ ബാഹ്യമായ ഇടപെടലുകൾ ഒഴിവാക്കണം. അവിശ്വാസികളിൽ നിന്നും അതുപോലെ ശബരിമലയുടെ ആചാര പാരമ്പര്യങ്ങൾക്ക് വിരുദ്ധരായവരുടെ സ്വാധീനത്തിൽ നിന്നും ശബരിമലയെ മോചിപ്പിക്കുക. ശബരിമലയുടെ പരമ്പരാഗത ആചാരങ്ങളിൽ നിയമപരമായോ നൈതികമായോ അവകാശമില്ലാത്ത സംസ്ഥാന സർക്കാരിന്റെയും ഭരണകാര്യങ്ങളിൽ അല്ലാതെയുള്ള തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്, ഭരണകാര്യത്തിന് മാത്രമാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് അധികാരമുള്ളത്. പക്ഷേ ആചാരപരമായ വിഷയങ്ങൾ വരെ ഇടപെട്ട് തുടങ്ങി നമുക്ക് കാണാൻ സാധിക്കും. അത്തരം ഇടപെടലുകൾ തടയണം. ഇനിയും അവസാനമായിട്ട് അയ്യപ്പ ഭക്തന്മാരോട് പറയാനുള്ളത് ശ്രദ്ധിച്ച് നമ്മൾ കേൾക്കേണ്ടതാണ്. നമ്മൾ അയ്യപ്പന്മാരെന്നുള്ളതിൽ നമുക്കൊരു അയ്യപ്പ ധർമ്മമുണ്ട്. അതിനെക്കുറിച്ച് ഞാൻ പറയാം. അയ്യപ്പസ്വാമിയുടെ ഉപദേശങ്ങളും ജീവിത സന്ദേശവും ഇന്നത്തെ സമൂഹത്തിന് വലിയ പ്രചോദനദായകമാണ്. സത്യനിഷ്ഠ, സമത്വം, സഹിഷ്ണുത, ഭക്തി എന്നീ മൂല്യങ്ങൾ മനുഷ്യരിൽ വളർത്തുകയും തത്വമസി എന്ന മഹാവാക്യം അടയാളപ്പെടുത്തുന്ന ആത്മീയ സന്ദേശം ജനങ്ങളിലേക്ക് വ്യാപിപ്പിക്കുകയും മതജാതി ഭേദമന്യേ എല്ലാവരെയും അയ്യപ്പനായി കാണുന്ന സമദർശനം പ്രചരിപ്പിക്കുകയും ചെയ്യുക അയ്യപ്പധർമ്മ പ്രചരണത്തിന്റെ പ്രധാന ഘടകമാണ്. അയ്യപ്പധർമ്മത്തിന്റെ പ്രചരണം വഴി ഭക്തജനങ്ങളിൽ ആത്മീയ ജാഗ്രത വർദ്ധിപ്പിക്കുകയും ശബരിമല തീർത്ഥാടനത്തിന്റെ മഹത്വവും ശാസ്ത്രീയമായ ആചാരങ്ങളും പുതിയ തലമുറയിലേക്ക് എത്തിക്കുന്നതും വഴി സമൂഹത്തിൽ ശാന്തിയും സമാധാനവും സൗഹൃദവും ഐക്യവും വളർത്തുന്നതും ധാർമ്മിക മൂല്യങ്ങളുടെ സംരക്ഷണം ഉറപ്പാക്കാൻ നമുക്ക് സാധിക്കും. അത്തരത്തിൽ ശബരിമലയിലെ ആചാരങ്ങൾ അധിഷ്ഠിതമായ വികസനവും ക്ഷേത്ര സംരക്ഷണവും ഓരോ ഭക്തന്റെ ആത്മീയ കടമയും സാമൂഹിക ഉത്തരവാദിത്വവും കൂടിയാണ്. അതിന്റെ വിശുദ്ധിയും പാരമ്പര്യവും കാത്തുസൂക്ഷിക്കാൻ ഭക്തിയും ഐക്യവും ഉറച്ച മനസ്സും ആവശ്യമാണ്. ഭക്തർക്കായി സുരക്ഷിതവും സമാധാനപരവും ആത്മീയമായി ഉന്നതമായ ഒരു തീർത്ഥാടനം ഉറപ്പാക്കുകയും ശബരിമലയുടെ മഹത്വം അതിന്റെ യഥാർത്ഥ ആത്മാവോടെ വരും തലമുറകളിലേക്ക് കൈമാറുകയും ചെയ്യുന്നത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. ഈ ഒരു കാഴ്ചപ്പാടുകൂടി പ്രവർത്തിക്കാൻ എല്ലാ അയ്യപ്പ ഭക്തരോടും ശബരിമല കർമ്മസഭയ്ക്ക് വേണ്ടി ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. ഒരു അവസാന വാക്യം ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്, ഭക്തി മാത്രം പോരാ, ശക്തിയും വേണം. സ്വാമിയേ ഉദ്ഘാടന സഭയിൽ കൃതജ്ഞത അർപ്പിക്കുന്നതിന് വേണ്ടി ചില നിർദ്ദേശങ്ങൾ സമർപ്പിക്കാൻ വേണ്ടി അഡ്വക്കേറ്റ് അനിൽ പിള്ളയെ അവരുടെ ക്ഷണിച്ചു. നമ്മളോടൊപ്പം ഇപ്പോൾ യോഗക്ഷേമ സഭയുടെ ആരാധനായിട്ടുള്ള അധ്യക്ഷൻ ശ്രീ അക്കീരമൺ കാളിദാസ ഭട്ടതിരി അവர்களுം നമ്മളോടൊപ്പം ഈ വേദി വന്നെത്തിച്ചേർന്നിട്ടുണ്ട്. ഈ സെഷൻ ഇവിടെ അവസാനിക്കുകയാണ്. കിഴങ്ങന്നൂർ ആശ്രമത്തിലെ കൃഷ്ണമാതാജി എത്തിയിട്ടുണ്ട്. നമ്മളുടെ അടുത്ത സെഷനുകളൊക്കെ തന്നെ സെമിനാറുകളാണ്. 3 വിഷയങ്ങളാണ് സെമിനാറുകൾ അവതരിപ്പിക്കുന്നത്.
ഒന്ന് സൂചിപ്പിക്കാം. ഇതിനുശേഷം ചായയ്ക്ക് വേണ്ടി നമ്മൾ പിരിയും. കൃത്യം 11:30 തന്നെ നമ്മുടെ സെമിനാറുകൾ ആരംഭിക്കും. അത് പ്രത്യേകിച്ച് ശ്രേണിയായി തിരിഞ്ഞല്ല, എല്ലാവരും ഒന്നിച്ചു തന്നെയാണ്. കാരണം ഇതെല്ലാം നിങ്ങൾ മനസ്സിലാക്കി പൊതുസമൂഹത്തിലേക്ക് ചെല്ലുമ്പോൾ പല ചോദ്യങ്ങൾക്കും ഉത്തരം പറയാനുള്ള ഒരു അറിവ് നേടുക എന്നുള്ളതാണ് സെമിനാറുകൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒന്നാമത്തെ വിഷയം ശബരിമലയുടെ വിശ്വാസവുമായി ബന്ധപ്പെട്ടുള്ളതാണ്. വിഷയാവതരണം നടത്തുന്ന ശബരിമല അയ്യപ്പ സേവാ സമാജത്തിന്റെ സ്ഥാപക ട്രസ്റ്റി സ്വാമി അയ്യപ്പദാസ് അവകളാണ്. ആ വിഷയത്തിൽ അദ്ദേഹത്തിനോടൊപ്പം സംസാരിക്കുന്നത് ഡോക്ടർ പൂജപ്പുര കൃഷ്ണൻ നായർ സാറാണ്. അദ്ദേഹവും ഈ ശബരിമലയുടെ ആചാരങ്ങളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളെപ്പറ്റി വളരെ പാണ്ഡിത്യമുള്ള വ്യക്തിയാണ്. ആ യോഗത്തിലെ ശ്രീ വി ആർ രാജശേഖരൻ സ്വാഗതം ആശംസിക്കും. ശ്രീ മുല്ലപ്പള്ളി കൃഷ്ണൻ നമ്പൂതിരി അധ്യക്ഷത വഹിക്കും. രണ്ടാമത്തെ വിഷയം ശബരിമലയുടെ വികസനം എന്നുള്ള വിഷയമാണ്. ആ വിഷയം അവതരിപ്പിക്കുന്നത് ദേവസ്വം ബോർഡിന്റെ മുൻ പ്രസിഡന്റായിട്ടുള്ള അഡ്വക്കേറ്റ് ജി രാമൻ നായർ സാറാണ്. അദ്ദേഹത്തിന് വളരെ ഗ്രാഹ്യമുള്ളൊരു വിഷയമാണ്. അദ്ദേഹമാണ് ആ വിഷയം അവതരിപ്പിക്കുന്നത്. മൂന്നാമത്തെ വിഷയം ശബരിമലയുടെ സംരക്ഷണവുമായി ബന്ധപ്പെട്ടുള്ളതാണ്. ആ വിഷയം അവതരിപ്പിക്കുന്നത് ജസ്റ്റിസ് M.R. ഹരിഹരൻ നായരാണ്. നമുക്കറിയാം, ഉൾമേട് ദുരന്തമൊക്കെ ഉണ്ടായപ്പോൾ ബഹുമാനപ്പെട്ട ഹൈക്കോടതി നിയോഗിച്ച ജുഡീഷ്യൽ കമ്മീഷന്റെ ചെയർമാനായിരുന്നു. അദ്ദേഹവും നമ്മളോടൊപ്പം ഉണ്ട്. ഈ പരിപാടി കൃതജ്ഞതയ്ക്ക് ശേഷം ഇവിടെ അവസാനിക്കും. അതിനുശേഷം ചായ കുടിച്ചതിന് ശേഷം കൃത്യം 11:30 തന്നെ നമ്മുടെ രണ്ടാമത്തെ സെഷൻ ആരംഭിക്കും. ദയവായി ധാരാളം ആൾക്കാർ താഴെ നിൽക്കുകയാണ്, തിരക്ക് കൂട്ടാതിരിക്കുക. അതുകൊണ്ട് തന്നെ നമ്മുടെ തന്നിരിക്കുന്ന കുടിവെള്ളത്തിന്റെ കുപ്പി ഏതെങ്കിലും ഒരു സ്ഥലത്ത് താഴെ ക്രമീകരിച്ചിട്ടുണ്ട്, വാരി വലിച്ചിടാതെ ഒരു സ്ഥലത്ത് തന്നെ ഇടണമെന്ന് കൂടി അപേക്ഷിക്കുകയാണ്. ഈ യോഗത്തിൽ കൃതജ്ഞത അർപ്പിക്കുന്നതിന് വേണ്ടി ശ്രീ E.S. ബിജു ഹിന്ദു ഐക്യവേദ ആരാധനായ സംസ്ഥാന ഉപാധ്യക്ഷനെ ക്ഷണിച്ചു. സംബോധിയായ അധ്യക്ഷ KP ശശികല ടീച്ചർ, വേദിയിൽ ഉപവിഷ്ടരായിട്ടുള്ള സംബോധ്യ സ്വാമിമാരെ, അയ്യപ്പ ധർമ്മത്തിനു വേണ്ടി കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം മുഴുവൻ സമയവും പ്രവർത്തിക്കുകയും അതിനുവേണ്ടി ജീവിതം ഒഴിഞ്ഞുവെക്കുകയും ചെയ്തിട്ടുള്ള സംബോധ്യ ഹിന്ദു സംഘടനാ കാര്യകർത്താക്കളെ, ഈ അയ്യപ്പ ധർമ്മം സംരക്ഷിക്കുവാനുള്ള, വിശ്വാസം സംരക്ഷിക്കാനുള്ള ശബരിമല സംരക്ഷണ സംഗമത്തിൽ പങ്കെടുക്കുന്ന എൻ്റെ പ്രിയങ്കരായിട്ടുള്ള അയ്യപ്പ ഭക്തരായിട്ടുള്ള സഹോദരങ്ങളെ, നിങ്ങൾക്ക് ലഘീയമായ നമസ്കാരം. ഈ ഉദ്ഘാടന സഭ ഇവിടെ അവസാനിക്കുമ്പോൾ ബഹുമാന്യയായ അതിൻ്റെ അധ്യക്ഷപദം അലങ്കരിച്ച ശ്രീമതി KP ശശികല ടീച്ചർക്ക് ശബരിമല കർമ്മസമിതിയുടെ പേരിലുള്ള കൃതജ്ഞത രേഖപ്പെടുത്തുകയാണ്. ഈ വികസന സെമിനാർ ഭദ്രദീപം കൊളുത്തി തുടക്കം കുറിച്ചത് ശബരിമലയുടെ തന്ത്രമുഖ്യൻ കണ്ഠരര് മഹേഷ് മോഹൻജാണ്. അദ്ദേഹത്തിന് ശബരിമല കർമ്മസമിതിയുടെ പേരിലുള്ള കൃതജ്ഞത അർപ്പിക്കുന്നു. അദ്ദേഹത്തോടൊപ്പം അദ്ദേഹത്തിന്റെ പിതാവ് കണ്ഠരര് മോഹനര് മഹേഷ് ഒരുപാട് പങ്കെടുത്തിരുന്നു. അദ്ദേഹത്തിനും കൃതജ്ഞത അർപ്പിക്കുകയാണ്. ശബരിമല വികസന സെമിനാറിന്റെയും ശബരിമല സംരക്ഷണ സംഗമത്തിന്റെയും ഉദ്ഘാടനം നിർവഹിച്ചത് സംബോധ്യ പ്രജ്ഞാനാനന്ദ തീർത്ഥവാദ സ്വാമിജിയാണ്. തീർത്ഥവാദ ആശ്രമത്തിന്റെ മഠാധിപതി ആയിട്ടുള്ള സംബോധ്യ സ്വാമിജിക്ക് ശബരിമല കർമ്മസമിതിയുടെ പേരിലുള്ള കൃതജ്ഞത അർപ്പിക്കുന്നു. ദർശനമാണ് രേഖ. ഇവിടെ സമഗ്രമായ ചിന്തകൾക്ക് ശേഷം ഇവിടെ നമ്മുടെ മുമ്പിൽ അവതരിപ്പിച്ചത് ശബരിമല പ്രക്ഷോഭത്തിന്റെ മുന്നണി പോരാളിയായി നേതൃത്വം കൊടുത്ത ഒരു പ്രസ്ഥാനം ശബരിമല കർമ്മസമിതിയാണ്. ആ കർമ്മസമിതിയുടെ ബഹുമാനായ ജനറൽ കൺവീനർ SAR കുമാർജിക്ക് കൃതജ്ഞത രേഖപ്പെടുത്തുകയാണ്. നമ്മുടെ വേദിയിൽ സംബോധ്യ ശാന്താനന്ദ മഹർഷി കൃപാദങ്ങൾ നമ്മോടൊപ്പമുണ്ട്. ഇന്നലെ ഡൽഹിയിൽ നടന്ന അയ്യപ്പ സംഗമത്തിൽ അയ്യപ്പ സമൂഹത്തിന്റെ വികാരം ഏറ്റുവാങ്ങിക്കൊണ്ട് അദ്ദേഹം അവിടെ സംസാരിച്ചു. നമ്മളെല്ലാവരും അത് കണ്ടു. ഇന്ന് ശബരിമല സംരക്ഷണ സംഗമത്തിൽ പങ്കെടുക്കാൻ സംബോധ്യ സ്വാമിജിയുടെ സാന്നിധ്യം നമുക്ക് ലഭിച്ചിരിക്കുകയാണ്. അതൊരനുഗ്രഹമായി തന്നെ നമ്മളിൽ വർഷിക്കുകയാണ്. സംബോധ്യ സ്വാമിജി ശാന്താനന്ദ മഹർഷി തൃപ്പാദങ്ങളെ ശബരിമല കർമ്മസമിതിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന ഈ ശബരിമല സംരക്ഷണ സംഗമത്തിലേക്ക് സ്വാഗതം ചെയ്യുകയും അതുപോലെ
അദ്ദേഹം ഇവിടെ പങ്കെടുക്കാൻ കാണിച്ച സന്മനസ്സിന് നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കാനെത്തിയ അദ്ദേഹത്തിന് കൃതജ്ഞതയും രേഖപ്പെടുത്തുകയാണ്. അതോടൊപ്പം തന്നെ കേരളത്തിലെ മാർഗദർശകമണ്ഡലം വിവിധ സമ്പ്രദായത്തിലുള്ള സന്യാസി വര്യന്മാരുടെ ഏകോപന പ്രസ്ഥാനമാണ് വിശ്വഹിന്ദുപരിഷത്തിന്റെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്ന മാർഗദർശക മണ്ഡലം. ആ മാർഗദർശക മണ്ഡലത്തിന്റെ സംപൂജ്യനായ ജനറൽ സെക്രട്ടറി സംപൂജ്യ സത്സ്വരൂപാനന്ദ സരസ്വതി സ്വാമികൾ, അദ്ദേഹം വളരെ തിരക്കിലായിരുന്നിട്ടും ധർമ്മസന്ദേശ യാത്രയുടെ പ്രവർത്തനങ്ങളുമായി കേരളത്തിൽ ഒട്ടുക്കെ സഞ്ചരിക്കുന്ന വേളയിലും ശബരിമല അയ്യപ്പന്റെ കാര്യത്തിന് വേണ്ടി ഇവിടെ എത്തി നമ്മോടൊപ്പം പങ്കുചേർന്ന സംപൂജ്യ സ്വാമിജിക്ക് കൃതജ്ഞത രേഖപ്പെടുത്തുകയാണ്. അതുപോലെ പന്തളം പാലസിന്റെ സെക്രട്ടറി ആയിരുന്ന ശ്രീ നാരായണവർമ്മ തിരുമനസ് ഈ വേദിയിൽ നമ്മോടൊപ്പമുണ്ട്. ശബരിമല സംരക്ഷണ സംഗമത്തിന്റെ സംഘാടക സമിതിയുടെ ബഹുമാനായ അധ്യക്ഷനാണ്. തീരുമാനിച്ച അന്നു മുതൽ ഈ കാര്യത്തിന് വേണ്ടി സമർപ്പിതമായി നമ്മോടൊപ്പം സാധാരണ ഒരു പ്രവർത്തകനെ പോലെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് ഈ ശബരിമല വികസന സെമിനാറിന്റെ ജയിൽ തൊട്ട് വൈകുന്നേരം ജനസഹസ്രങ്ങൾ പങ്കെടുക്കുന്ന ശബരിമല സംരക്ഷണ സംഗമമടക്കം അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലുള്ള ആസൂത്രണം ആണ് നടക്കുന്നത്. ഈ ശബരിമല സംരക്ഷണ സംഗമം വിജയകരമാക്കിയ അതിനുവേണ്ടി ഊണും ഉറക്കവും ഉപേക്ഷിച്ച് പ്രവർത്തിച്ച ബ്രഹ്മശ്രീ നാരായണവർമ്മ തിരുമനസിനെ ഉള്ള കൃതജ്ഞത ശബരിമല കർമ്മസമിതിക്ക് വേണ്ടി രേഖപ്പെടുത്തുകയാണ്. അതുപോലെ ശബരിമലയുടെ മുൻ മേൽശാന്തി അടകത്ത് ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി തിരുമനസ്, അദ്ദേഹത്തെ പരിചയപ്പെടുത്തിയപ്പോൾ ഞാൻ പറഞ്ഞു, ആചാര ലംഘനം നടക്കുമ്പോൾ അയ്യപ്പ നിയോഗത്താൽ ശബരിമലയിൽ ഭഗവാനെ പൂജിക്കാനുള്ള അവസരവും അവകാശവും അദ്ദേഹത്തിനായിരുന്നു ശ്രദ്ധിച്ചിരുന്നത്. ശബരിമല ആചാര ലംഘനം നടക്കുമ്പോൾ വളരെ വേദനയോടുകൂടി കേരളീയ സമൂഹത്തോട് ആ വേദന പങ്കുവെക്കാൻ യാതൊരു മടിയും കാണിക്കാത്ത ശബരിമലയുടെ മുൻ മേൽശാന്തിയാണ് അടകത്ത് ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി തിരുമനസ്. അദ്ദേഹത്തിന്റെ വികാരവും കേരളീയ സമൂഹം ഏറ്റുവാങ്ങി എന്നതാണ് ശബരിമല കർമ്മസമിതിയുടെയും കേരളീയ സമൂഹത്തിന്റെയും കേരളത്തിന്റെ മാതൃസമൂഹത്തിന്റെയും സഹന സമരത്തിന് നിദാനമായി വന്നത്. ശബരിമല പ്രക്ഷോഭത്തിന്റെ അടിസ്ഥാനവും ആ വിജയത്തിന്റെ അടിസ്ഥാനവും സംപൂജ്യ അടകത്ത് ഉണ്ണികൃഷ്ണൻ നമ്പൂതിരിയുടെ മനസ്സിൽ നിന്ന് ഉയർന്നു വന്ന ആ വേദന നമ്മളെല്ലാവരും പങ്കുവച്ചപ്പോഴാണ് ഉണ്ടായത്. പന്തളം നഗരത്തിൽ നിന്ന് തുടങ്ങിയ ആ പ്രക്ഷോഭം കത്തി കാളി കേരള സർക്കാരിനെ തീരുമാനത്തിന് വ്യതിരിപ്പിക്കുന്ന തരത്തിൽ, സുപ്രീം കോടതിയുടെ വിധി നിർണയത്തെ പോലും സ്വാധീനിക്കുന്ന തരത്തിൽ ഒരു സഹന സമരത്തിന് നമ്മുടെ അമ്മമാർ നേതൃത്വം കൊടുത്ത സഹന സമരത്തിന്, അയ്യപ്പ ഭക്തർ നേതൃത്വം കൊടുത്ത സഹന സമരത്തിനായെങ്കിൽ അയ്യപ്പ ഭക്ത സമൂഹം ശബരിമലയുടെ മേൽശാന്തി അടകത്ത് ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി തിരുമനസിലൂടെ കടപ്പെട്ടിരിക്കുന്നു. സ്വാമിജിയോടുള്ള കൃതജ്ഞത ഈ വേദിയിൽ ഞങ്ങൾ സമർപ്പിക്കുകയാണ്. മുല്ലപ്പള്ളി കൃഷ്ണൻ നമ്പൂതിരി കേരള ക്ഷേത്ര സംരക്ഷണ സമിതിയുടെ ബഹുമാനായ അധ്യക്ഷനാണ്, പ്രമുഖനായ തന്ത്രിയാണ്. അദ്ദേഹത്തിനുള്ള കൃതജ്ഞത ശബരിമല കർമ്മസമിതിയുടെ പേരിൽ ഞാൻ കൃതജ്ഞത അർപ്പിക്കുകയാണ്. ബഹുമാനായ വിശ്വഹിന്ദുപരിഷത്തിന്റെ ബഹുമാനായ അധ്യക്ഷൻ വിജി തമ്പി സാർ, ശബരിമലയുടെ കാര്യത്തിൽ കേരളത്തിലെ ഹൈന്ദവ സമൂഹം നേരിടുന്ന വിവിധ വിഷയങ്ങളുടെ കാര്യത്തിൽ ആദ്യ പ്രതികരണവുമായി എന്നും രംഗത്തുള്ള വിജി തമ്പി സാർ, ശക്തമായ ഭാഷയിൽ ഏതൊരാളുടെ മുമ്പിലും അധികാര കസേരയിൽ അമർന്നിരിക്കുന്ന അധികാര പ്രഭുക്കന്മാരുടെ മുമ്പിൽ പോലും ഈ കാര്യങ്ങൾ പറയുവാൻ യാതൊരു മടിയും കാട്ടാത്ത വിജി തമ്പി സാറിന് വിശ്വഹിന്ദുപരിഷത്തിന്റെ ബഹുമാനായ സംസ്ഥാന അധ്യക്ഷൻ ശബരിമല കർമ്മസമിതിയുടെ പേരിൽ, ശബരിമല സംരക്ഷണ സംഘത്തിന്റെ പേരിൽ കൃതജ്ഞത രേഖപ്പെടുത്തുകയാണ്. ക്ഷേത്ര സംരക്ഷണ സമിതിയുടെ ബഹുമാനായ ജനറൽ സെക്രട്ടറി KS നാരായണജി, ഹിന്ദു ഐക്യവേദിയുടെ വർക്കിംഗ് പ്രസിഡന്റ് വത്സൻ തില്ലങ്കേരി അവർ, അതുപോലെ ഓൾ കേരള ബ്രാഹ്മൺ ഫെഡറേഷൻ പ്രസിഡന്റ് സുബ്രഹ്മണ്യൻ മൂസം, എല്ലാവർക്കും ഈ വേദിയിലുള്ള ഈ സാന്നിധ്യം കൊണ്ട് നമ്മെ അനുഗ്രഹിച്ചിട്ടുള്ള എല്ലാവർക്കും കൃതജ്ഞത രേഖപ്പെടുത്തുകയാണ്.
ഇന്നത്തെ ഈ സമ്മേളനത്തിൽ 120ഓളം സമുദായ സംഘടനാ നേതാക്കൾ ഈ വേദിയെ ധന്യമാക്കിക്കൊണ്ട് സദസ്സിലുണ്ട്. ഇവിടെ അഡ്വക്കേറ്റ് അനിൽ പിള്ളയിൽ കൺവീനർ പറഞ്ഞതുപോലെ തൊട്ടടുത്ത സെഷനുകളിൽ, വിവിധ സെഷനുകളിൽ വിശ്വാസം, വികസനം, സുരക്ഷ, അടിസ്ഥാന സൗകര്യങ്ങൾ എല്ലാം ചർച്ച ചെയ്യുന്ന സെഷനുകളിൽ അവരെല്ലാവരും സംസാരിക്കാൻ സാധിക്കുമെങ്കിലും അവരെല്ലാവരും അവരുടെ അഭിപ്രായങ്ങൾ ഇവിടെ എഴുതി സമർപ്പിക്കും. അവരെല്ലാം ഈ ശബരിമല ഗ്രാമങ്ങളിൽ വരെ അയ്യപ്പ ഭക്ത സംഘടനകളുടെയും ആചാര സംരക്ഷണ പ്രസ്ഥാനങ്ങളുടെയും വിവിധ സമുദായ സംഘടനാ പ്രസ്ഥാനങ്ങളുടെയും ക്ഷേത്ര സംരക്ഷണ സമിതിയുടെയും ആധ്യാത്മിക ആചാര്യന്മാരുടെയും എല്ലാം നിർദ്ദേശാനുസരണം, മഠങ്ങളുടെയും ആശ്രമങ്ങളുടെ എല്ലാം നിർദ്ദേശാനുസരണം പ്രതിനിധികളുമായി ഈ ശബരിമല സംരക്ഷണ സംഗമത്തിന്റെ വികസന സെമിനാറിൽ എത്തിച്ചേർന്നിട്ടുള്ള മുഴുവൻ ആളുകൾക്കും ഞാൻ കൃതജ്ഞത രേഖപ്പെടുത്തുകയാണ്. വളരെ പെട്ടെന്ന് തന്നെ എല്ലാ സംഘടനകളെയും ഓരോരുത്തരെയായി പ്രത്യേകം പരിചയപ്പെടുത്താൻ സാധ്യമല്ലെങ്കിലും സമുദായ സംഘടനകളുടെ ഭാരവാഹികൾ ഇവിടെ എത്തുമെന്ന് അറിയിച്ചിട്ടുള്ളതും ഇന്ന് രാവിലെയും അതുപോലെ 4 മണിക്ക് നടക്കുന്ന സെമിനാറിലും പങ്കെടുക്കുന്നവരുടെ പേരുകൾ മാത്രം പെട്ടെന്നൊന്ന് വായിക്കാം. അത് അവരോടുള്ള ബഹുമാനക്കുറവുകൊണ്ടല്ല, വലിയൊരു ജനസഞ്ചയം ഇവിടെ എത്തിച്ചേർന്നിരിക്കുമ്പോൾ ഓരോരുത്തരെയും പരിചയപ്പെടുത്താനുള്ള സമയക്കുറവ് അത് എല്ലാവരും കരുതി ക്ഷമിക്കണം എന്നഭ്യർത്ഥിക്കുന്നു. മണി എസ് തിരുവല്ല, KN ഓൾ ഇന്ത്യ ബ്രാഹ്മണ ഫെഡറേഷൻ, KN രഘുനാഥ് ചാക്കമാർ സഭ, KKCC വെൽ സർവീസ് സൊസൈറ്റി, അക്കിരമൺ കാളിദാസ് തിരുമേനിയുടെ സൂചിപ്പിച്ചു കഴിഞ്ഞു. PK രവി AKCHMS വൈസ് പ്രസിഡന്റ്, K ബിന്ദു KPMS, PK ഗോപി മലവേടർ സമുദായം, മന്ദിരം രവീന്ദ്രൻ KPMS, ആറന്മുള ക്ഷേത്രത്തിന്റെ ഉപദേശസമിതി പ്രസിഡന്റ് വിജയൻ, ചെറുകോൽപ്പുഴ ഹിന്ദുമത പരിഷത്ത് പ്രസിഡന്റ്, വിശ്വബ്രാഹ്മണ സമൂഹത്തിന്റെ സംസ്ഥാന സെക്രട്ടറി ഗോപാലകൃഷ്ണൻ, അഡ്വക്കേറ്റ് ബിനു ശങ്കർ, ജഗതി രാജൻ, കോട്ടക്കയം ജയകുമാർ, VN അനിൽകുമാർ, സത്യശീലൻ, ഹിന്ദു സംഭവ, ഇതെല്ലാം ഓരോ സംഘടനയുടെ ആളുകളല്ല, സമയത്തിന്റെ പ്രശ്നങ്ങളൊന്നാണ്. CO രാജൻ വർക്കിംഗ് പ്രസിഡന്റ് KPMS, KK തങ്കപ്പൻ ഹിന്ദു സംഭവ സഭ, സുബിൻ വി അനിരുദ്ധൻ ഐക്യ മലയാളി മഹാസഭ, KV ശങ്കരൻ അഖില തിരുവിതാംകൂർ മലയാളി മഹാസഭ, സംബന്ധിച്ച ശിവാനന്ദ സരസ്വതി സ്വാമികൾ, ശബരിമല അയ്യപ്പ സേവാ ട്രസ്റ്റ് തെലങ്കാന, അഖില ഭാരത അയ്യപ്പ സേവാ സംഘം, അഖില കുടുംബി ഫെഡറേഷൻ, AKVMS സംസ്ഥാന സെക്രട്ടറി K സോമശേഖരൻ, നെടുവത്തൂർ ചന്ദ്രശേഖരൻ അഖില ഭാരത കുംഭാരൻ സഭ, KPMS സ്റ്റേറ്റ് ട്രഷറർ G സുരേന്ദ്രൻ, അഡ്വക്കേറ്റ് സതീഷ് ടി പത്മനാഭൻ കേരള വിശ്വകർമ്മ സഭ, സിദ്ധനൂർ ഡെമോക്രാറ്റിക് സൊസൈറ്റി സ്റ്റേറ്റ് പ്രസിഡന്റ് രാജഗോപാൽ, EP രഘുനാഥ് പട്ടേൽ സമാജം, അഡ്വക്കേറ്റ് V ദിനകരൻ ധീവരസഭ സംസ്ഥാന അധ്യക്ഷൻ, K വാമലോചനൻ പണ്ഡിറ്റ് കറുപ്പൻ വിചാരവേദി, വിദ്യാസാഗർ വിവേകാനന്ദ വിജ്ഞാനോദയം, രവീന്ദ്രൻ ഫെഡറേഷൻ ഓഫ് SCST, പ്രൊഫസർ PK ഗോനാഥൻ കേരള മന്നാൻ സഭ, സുരേഷ് പേരൻ മഹാസഭ, വിശ്വനാഥൻ അഖിലേന്ത്യാ കുറുമി ക്ഷത്രിയ സഭ, വിജയൻ ഗൌഡ സൗഹൃദ ബ്രാഹ്മണ സഭ, ശശീന്ദ്രൻ കേരള പണ്ഡിതർ മഹാസഭ, അഡ്വക്കേറ്റ് മുരളി സാമൂഹ്യ സമരസതാ മഞ്ച്, പണ്ഡിതർ വിളക്കത്തില നായർ സമാജം പ്രസിഡന്റ് VN അനിൽകുമാർ, കരമന ജയചന്ദ്രൻ SC/ST ഏകോപന സമിതി, നാരായണറാവു മാന്തു ബ്രാഹ്മണ സഭ, കൃഷ്ണകുമാർ ഏലൂർ ചെട്ടി സമുദായം, പാച്ചൂർ ശ്രീനിവാസൻ തണ്ടാർ മഹാസഭ, H ഗണേശൻ ബ്രാഹ്മണ സഭ സ്റ്റേറ്റ് പ്രസിഡന്റ്, D സന്തോഷ് നായിക്കൻ സഭ, രാജേഷൻ നാടാർ സമാജം, ES രാധാകൃഷ്ണൻ വെളുത്തേടത്ത് നായർ സമാജം, സാബു KK AN സുരേന്ദ്രൻപിള്ള വീരശൈവ മഹാസഭ, VN സോമൻ വേരൻ മഹാസഭ, മുരളി വിശ്വകർമ്മ സഭ, KV സോമശേഖരൻ വിശ്വകർമ്മ സഭ, KN സുരേന്ദ്രൻ വേളാർ സർവീസ് സൊസൈറ്റി, വിളക്കത്തില നായർ സമാജം പ്രസിഡന്റ് K സുരേന്ദ്രൻ, KK കൃഷ്ണൻകുട്ടി മുൻപാത്ര നിർമ്മാണ സഭ, സജീവർ ഐക്യ മലയാളി സുബിൻ V അനിരുദ്ധൻ, ഹരിദാസ് പണിക്കർ സർവീസ് സൊസൈറ്റി, കരുണാകരൻ വണിക വീഴ്ച സംഘം, മാറാട് അരയ സമാജം, അഡ്വക്കേറ്റ് ഉണ്ണികൃഷ്ണൻ പത്മശാലിയ സംഘം, അലേഷ് കുമാർ തീയ മഹാസഭ, സൗദാമിനി തീയ മഹാസഭ,
അയ്യപ്പ ധർമ്മസംഘം രാജപ്പൻ VP, മധുസൂദനൻ CN, KN പത്മനാഭൻ, ശോഭാനന്ദ സരസ്വതി സാമുകൾ മലപ്പുറം, മധുസൂദനൻ TM സഭ, TS വിജയൻ വിരാട് വിശ്വകർമ്മ സഭ, Y സദാശിവൻ PRDS, അനീഷ് ജനറൽ സെക്രട്ടറി PRDS, അരുൺരാജ് വിശ്വകർമ്മ നവോത്ഥാന ഫൗണ്ടേഷൻ, KB സുരേഷ് വിശ്വകർമ്മ ആചാര്യ സമിതി, ഗോപാലകൃഷ്ണൻ പണ്ടിക്കാട് നാരൻ ആചാര്യ സമാജം, മധുകുമാർ വർമ്മ ക്ഷത്രിയ മഹാസഭ, ചന്ദ്രൻ കല്ലിശ്ശേരി കേരള മന്ത്രാന്തര നിർമ്മാണ സഭ, ഗോപാലകൃഷ്ണൻ ഗോകുലം ഗോപാലകൃഷ്ണൻ വിശ്വകർമ്മ സഭ, K ദിവാകരൻ ചന്ദ സർവീസ് സൊസൈറ്റി, ഉണ്ണികൃഷ്ണൻ മാവേലിക്കര സാധുജന പരിപാലന സംഘം, ഉണ്ണികൃഷ്ണൻ വ്യാസ മഹാസഭ സംസ്ഥാന സെക്രട്ടറി, അഡ്വക്കേറ്റ് മധു വിശ്വകർമ്മ സർവീസ് സൊസൈറ്റി സംസ്ഥാന പ്രസിഡന്റ്, കൃഷ്ണരാജ് ഓൾ ഇന്ത്യ വീരശൈവ മഹാസഭ സ്റ്റേറ്റ് വൈസ് പ്രസിഡന്റ്, ഗിരീഷ് കുമാർ സ്റ്റേറ്റ് സെക്രട്ടറി, KV ശിവൻ സാമൂഹ്യനീതി കർമ്മസമിതി ചെയർമാൻ. ബാക്കി സെഷനിൽ ബാക്കിയുള്ളവരെ പരിചയപ്പെടുത്തും. 120-നും 130-നും ഇടയിലുള്ള സംഘടനാ നേതാക്കൾ ഇപ്പോൾ എത്തിയിട്ടുണ്ട്. വൈകുന്നേരത്തേക്ക് ബാക്കി സംഘടനകൾ പൊതുസമ്മേളനത്തിലെത്തുമെന്ന് പറഞ്ഞിട്ടുള്ള സംഘടനകളുണ്ട്. എല്ലാവരെയും ഈ ശബരിമല സംരക്ഷണ സംഗമത്തിലേക്ക് സ്വാഗതം ചെയ്യുകയും ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുവാൻ അവർ കാണിച്ച ആത്മാർത്ഥതയെ കൃതജ്ഞത രേഖപ്പെടുത്തുകയും ചെയ്യുന്നു. നന്ദി, നമസ്കാരം. ഈ ഉദ്ഘാടന സഭ ഇവിടെ പര്യവസാനിക്കുകയാണ്. 11:30 നമുക്ക് അടുത്ത സെമിനാർ ആരംഭിക്കുകയാണ്. എല്ലാവർക്കും പ്രധാനം. ചായ കുടിക്കാനുള്ള വ്യവസ്ഥ താഴെയുണ്ട്. മുതിർന്ന ആളുകൾക്ക് അവസരമൊരുക്കി ചെറുപ്പക്കാരായിട്ടുള്ള ആൾക്കാർ കുറച്ച് പുറകിൽ പോവുക. നമ്മുടെ സെമിനാറിൻ്റെ ആദ്യത്തെ സെഷൻ കൃത്യം 11:15 ആരംഭിക്കണം. 11:40 തന്നെ എല്ലാവരും ഈ സഭാകേന്ദ്രത്തിൽ സന്നിഹിതരാവണമെന്ന് അഭ്യർത്ഥിക്കുന്നു. 11:45 നമ്മുടെ സെമിനാർ സെഷൻ ആരംഭിക്കും. 11:40 തന്നെ എല്ലാവരും ഇവിടെ സന്നിഹിതരാകണമെന്ന് അഭ്യർത്ഥിക്കുന്നു.